ഷലോം, ഞെറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇന്നത്തെ ലൈവ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തില് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ, കേരളത്തില് മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. മുസ്ലിങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങൾ മാത്രം കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ, അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവസരമുള്ളൂ. വേറെ ആർക്കും അവരുടെ വിശ്വാസങ്ങൾ പുറത്തു പറയാനോ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും മിണ്ടാതെ വായും കെട്ടി അവരുടെ വിശ്വാസങ്ങളെല്ലാം അവർ പൂട്ടിക്കെട്ടി വെക്കണം. എന്നിട്ട് തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന ആ കാമദേവൻ മാത്രം ദൈവം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പുകഴ്ത്തണം. ഇതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന അജണ്ട എന്ന് പറയുന്നത് തന്നെ. ഞാൻ എന്താ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിത്രയ്ക്കെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചിത്രയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെ? നമ്മൾ ലോകത്തിലാ ജീവിക്കുന്നത്, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അറിയാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മന്ദബുദ്ധികളായി ചിലപ്പോൾ സൈക്കോകളായിട്ട് അങ്ങ് മാറും. എന്ത് സൈക്കോകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീക സൈക്കോകളായി മാറും. ഈ ആത്മീക സൈക്കോകളായിട്ട് മാറാതെ നല്ലതും തെറ്റിനെയും തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും ബോധവും കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ കൂടുതൽ അറിവുകൾ കിട്ടുമ്പോഴാണ്. ഈ ആത്മീയത്തിൽ ജീവിക്കുന്നവരെല്ലാം തന്നെ സ്കൂളുകളിൽ തന്നെ മക്കളെ പറഞ്ഞു വിട്ട് പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വലിയ വലിയ കോളേജുകളിലും സ്കൂളുകളിലെല്ലാം അവരെ പറഞ്ഞു വിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ബുദ്ധി പ്രായോഗിക തലത്തിൽ കിട്ടാനും അവർ അറിവുകൾ കിട്ടുവാനും. ആ കോളേജുകൾ പഠിക്കുമ്പോഴത്തേക്കും അവിടെ രാമന്റെ കഥ പഠിക്കുന്നുണ്ട്, കൃഷ്ണന്റെ കഥ പഠിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കാണാപ്പാടം ഇരുന്ന് പഠിച്ചു കുത്തിയിരുന്നവരെ രാമായണത്തിലെ കഥകളൊക്കെ എഴുതുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചരിത്രങ്ങളിൽ ഒരുപാട് ദൈവങ്ങളെ കുറിച്ചുള്ളയും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാപ്പാടമൊക്കെ പഠിച്ചു വെച്ച് തന്നെയാണല്ലോ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ആത്മീയത്തിൽ ജീവിക്കുന്നവരാണ്, ഇതൊന്നും നമുക്ക് പാടില്ലെന്ന് പറഞ്ഞൊന്നും മക്കളെ ഒന്നും ആരും സ്കൂളിൽ വിടാതെ ഒന്നും വീട്ടിൽ പിടിച്ച് കെട്ടിവെക്കുന്നില്ലല്ലോ ആരും, ഈ ആത്മീയ മൂത്തവരെല്ലാം. അതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു അത്യാവശ്യം തന്നെ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയ്ക്കെതിരെ ഇങ്ങനെ ഭയങ്കര അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇപ്രകാരമാണ്. ചിത്ര ഒരു ഹിന്ദു സ്ത്രീയല്ലേ? ചിത്ര എന്ന് പറയുന്നത്, KS ചിത്ര എന്ന് പറയുന്ന ഒരു പാട്ടുകാരിയാണ്, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൂടെന്ന് വല്ലതുണ്ടോ? അവർക്ക് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൂടെന്ന് വല്ലതും ഉണ്ടോ? അവരവരുടെ വിശ്വാസം പറഞ്ഞുകൂടെന്ന് വല്ലതും ഉണ്ടോ? അപ്പൊ കേരളത്തിന്റെ പോക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ചിത്ര ഒരു ഹിന്ദു സ്ത്രീ ആയതുകൊണ്ടാണ് അവർ പറയുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം വിശ്വാസികളെല്ലാം എന്ത് ചെയ്യണം? ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് അവരാവശ്യപ്പെട്ടത് അവരവരുടെ വിശ്വാസികളോട് അത് പറഞ്ഞത്. അവരവരുടെ വിശ്വാസികളോടാണ് പറഞ്ഞത്, രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്ത് പ്രാർത്ഥിക്കണം എന്ന്. അവരുടെ ഹിന്ദു വിശ്വാസത്തെ അവർക്ക് പറയാനുള്ള അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലില്ലേ? കേരളം എന്ത് ഇസ്ലാമിക രാജ്യമാണോ? കേരളത്തിൽ ഇസ്ലാമിക രാജ്യമായിട്ട് മറ്റു മതക്കാർ അവരുടെ വിശ്വാസങ്ങളെ പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൂട്ടമായിട്ട് വേട്ടയാടി സെലിബ്രിറ്റികളെല്ലാം എന്തോ ഈ സുഡാപ്പികളുടെ കൈവെള്ളയിൽ കിടക്കുന്നത് പോലെയാണ് കേരളത്തിൽ ഇവരെ കൂട്ടമായിട്ട് വേട്ടയാടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും. ഇത് വലിയൊരു അപകടത്തെയാണ് കാണിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ. അതായത് നീ സെലിബ്രിറ്റി ആണെങ്കിലും നീ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിച്ചാൽ മതി, ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിക്കണം എന്നുള്ള തരത്തിൽ ഇപ്പോഴേ അവർ രാജ്യം പിടിച്ചടക്കിയിട്ടില്ല, കേരളം പിടിച്ചടക്കിയിട്ടില്ല. ഈ കേരളത്തിനകത്ത് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തുവാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒത്തും ചേർന്ന് നിന്നിട്ട് ഇസ്ലാമിക കാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നു എന്നുള്ളത് അറിവ് മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ കേരളം ഒന്നും ഇവന്മാരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും ഇവന്മാരെന്ത് ചെയ്യുകയാണ്? കേരളത്തെ പിടിച്ചടക്കി അവരുടെ രാജ്യമാക്കി വെച്ചതുപോലെയാണ് അവിടെ കേരളത്തിലുള്ളവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അവരവരുടെ വിശ്വാസങ്ങളെ പറയാൻ പറ്റില്ല. KS ചിത്ര ഒരു ഹിന്ദു സ്ത്രീയാണ്, അവർക്ക് അവരുടെ വിശ്വാസം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. KS ചിത്ര വന്നിട്ട് പറഞ്ഞില്ലല്ലോ 3 തരം കളികളുണ്ട്, എല്ലാരും കേട്ടുകൊള്ളിൻ 3 തരം കളികൾ എന്ന് പറഞ്ഞ് 3 തരം കളിയെ കുറിച്ചല്ലല്ലോ KS ചിത്ര പറയാൻ വേണ്ടി വന്നത്. അതാണോ ഇപ്പൊ KS ചിത്ര പറയാൻ വേണ്ടി വന്നത്? തുടുത്ത മാറിടങ്ങളുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഹൂറികളെ കിട്ടും, അതിനുവേണ്ടി നിങ്ങൾ ബോംബ് പൊട്ടിച്ചെത്താലും കുഴപ്പമില്ല, നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ട് പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ 72 ഹൂറികളുണ്ട്, നല്ല തുറുതുറുത്ത മാറിടമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ആ ഹൂറി എടുത്ത് പോകാൻ വേണ്ടി തള്ളാഹു എന്ന കാമപ്രാന്തനെ വിളിച്ച് പ്രാർത്ഥിപ്പിൻ എന്നൊന്നും അല്ലല്ലോ KS ചിത്ര പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞാൽ കേട്ടിരിക്കാൻ നല്ല രസമല്ലേ? ഇങ്ങനെ തുടുത്ത മാറിടമുണ്ട്, സ്വർഗത്തിൽ പോയ ഹൂറിയെ കിട്ടും, 72 ഹൂറിയെ കിട്ടും, അതുകൊണ്ട് ബോംബ് പൊട്ടി ചത്താലും കുഴപ്പമില്ല, മറ്റുള്ളവനെ കൊന്നാലും കുഴപ്പമില്ല,
നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എന്തുവാ കാമവെറിയന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ആരും ചോദിക്കാനും പറയാനും പോകത്തില്ല. KS ചിത്ര അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. KS ചിത്ര പറഞ്ഞത് അവരുടെ ദൈവത്തോട് എന്തുവാ രാമക്ഷേത്രം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവരുടെ വിശ്വാസികളോടാ പറഞ്ഞത്. എടാ, നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നമ്മന്റെ മതക്കാരെല്ലാം അപ്പിക്കുപ്പായത്തി കിടക്കുന്ന പെണ്ണുങ്ങളെല്ലാം കൂടി വന്ന് തുടുത്ത മാറിടമുള്ള പെണ്ണുങ്ങളെല്ലാം അപ്പിക്കുപ്പായത്തിന്ന് വന്ന് നിങ്ങൾ രാമക്ഷേത്രത്തിന് വന്ന് നിങ്ങളിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് വല്ലതും KS ചിത്ര പറഞ്ഞോ? അല്ല, അറിയാണ്ട് ചോദിക്കുക. ഇതെന്താ വെള്ളരിക്കാപ്പെട്ടോ? മജീദ് എറോത്ത് ബോറടിപ്പിക്കരുന്ന നിനക്ക് ബോറടിപ്പിക്കരുതെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്ക് നിന്റെ തല്ലാഹു കാമഭ്രാന്തനെ ഇപ്പം എന്തുവാ ഏറിൽ കയറ്റാനായിട്ട് ആളുകളെല്ലാം ഇങ്ങനെ മാറിയും തിരിഞ്ഞും കയറ്റുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരിക്കലും നിനക്കൊന്നും നിലത്തിറക്കാൻ പറ്റത്തില്ലെന്നായപ്പോഴത്തേക്കും നിനക്കൊക്കെ ബോറടിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? KS ചിത്ര എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ ആരും വേട്ടയാടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആരെ അധികാരം തന്ന കേരളത്തിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശ്വാസങ്ങളിൽ കയറിയെല്ലാം ചൊറിഞ്ഞിട്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവിടെ പോകാൻ പാടില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ നിന്നോടൊക്കെ അധികാരം തന്നാണ്. നിന്റെ വല്ല ഉസ്താദും പോയിട്ടുണ്ടെങ്കിൽ അവനോട് പോയി പറയണം. നിന്റെയൊക്കെ മനസ്സിലായോ? നിന്റെയൊക്കെ ഉസ്താദുമാര് പോയിട്ടുണ്ടെങ്കിൽ അവനോട് പോയി പറയണം നീ പോകാൻ പാടില്ലെന്ന്, നീ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിന്റെയൊക്കെ മുക്രികളില്ലേ അവന്മാര് പോകുന്നുണ്ടെങ്കിൽ അവന്മാരോട് പറയണം. അല്ലെങ്കിൽ നിന്റെയൊക്കെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ പറയുമ്പോഴത്തേക്കും അവളുമാരോട് പോയി പറയണം. അല്ലാതെ കേരളത്തിൽ കിടക്കുന്ന അവരെ മറ്റു മതങ്ങളിൽ കിടക്കുന്ന അവരുടെ വിശ്വാസത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളെ കയറി ചൊറിയാനായിട്ട് നടക്കരുത്. പെണ്ണിനെയും ആണിനെയാണെങ്കിലും നീയൊക്കെ മനസ്സിലായോ? അതെല്ലാം കണ്ടും കേട്ടും അതെല്ലാം കണ്ടും കേട്ടും വേണം കേരളത്തിൽ ജീവിക്കാനായിട്ട്. അല്ലാതെ എല്ലാത്തിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, എല്ലായിടത്തും കയറി കൈകടത്തിക്കൊണ്ട് പോകാമെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കേരളം ഇനി നോക്കിയും കണ്ടും പഴയതുപോലൊന്നും ഇരിക്കത്തില്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയ നിനക്കൊക്കെ കൊള്ളാം. നീയൊക്കെ മനഃപൂർവ്വം വടി കൊടുത്ത് അടി മേടിക്കുന്ന വർഗങ്ങളാ. ഇപ്പൊ കുറേശ്ശെ അടി മേടിച്ചുകൊണ്ടേ ഇരിക്കുക. മനസ്സിലായോ? നിനക്കൊന്നും ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാത്തത് കൊണ്ട് നീയൊക്കെ മനഃപൂർവ്വം വടി കൊടുത്ത് അടി മേടിക്കുകയാണ്. അതുപോലെ കേരളത്തിൽ പണ്ട് ശബരിമലയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഹാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? ബന്ധപ്പെട്ട് സ്ത്രീകളെ കയറ്റാൻ അവിടെ പാടുപെടുകയാണ്. അതവരുടെ വിശ്വാസമല്ലേ? എടാ, അത് അവരുടെ വിശ്വാസം, ഹിന്ദുക്കളുടെ വിശ്വാസമല്ലേ അവരുടെ ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ പാടില്ല. ഹിന്ദുക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ ഇസ്ലാമിക ഹാലിഫേറ്റ് ഉണ്ടാക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തിനാ ഇത്രത്തോളം താല്പര്യം? അവിടെ പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു വലിയ മനുഷ്യച്ചങ്ങല ഉണ്ടാക്കിയപ്പം അപ്പിക്കുപ്പായത്തി കിടന്നവരൊക്കെയാ നിരന്ന് നിൽക്കുന്നത് ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാനായിട്ട്. അവളുമാർക്ക് എന്തിന്റെ സോക്കേടാ? അപ്പിക്കുപ്പായത്തി കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് തൂറാൻ പോകുമ്പോൾ പോയിരുന്ന് പൊക്കി വെച്ച് തൂറാനുള്ളതാണ് ഈ അപ്പിക്കുപ്പായം. അതും ഇട്ടിട്ട് മനുഷ്യചങ്ങല ഉണ്ടാക്കിയിട്ടിട്ട് ഈ മറ്റുള്ളവരുടെ വിശ്വാസത്തെ കയറി ചൊറിയാൻ വേണ്ട കാര്യം എന്തിരിക്കുന്നു? അപ്പം ഇതിനെല്ലാം കേരളത്തിൽ അങ്ങ് അഴിഞ്ഞാടാൻ വിട്ടിരിക്കുക. മറ്റുള്ളവരുടെ വിശ്വാസത്തെ കയറി ചൊറിയാനായിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് എന്താ പറയുന്ന നവോത്ഥാന മതിൽ ഉണ്ടാക്കാൻ വേണ്ടി അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളെ കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം വരെയും കിടക്കുന്ന അവളുമാരുടെ ആദ്യം നവോത്ഥാനം തീർക്കട്ടെ. അവളുമാരാദ്യം അപ്പിക്കുപ്പായത്തിൽ നിന്ന് പുറത്തു വരട്ടെ. അതിനുവേണ്ടി വരെ നവോത്ഥാന മതിലും പണിയട്ടെ അവളുമാര്. അതിനുശേഷം മതി മറ്റുള്ളവരുടെ വിശ്വാസത്തിലുള്ള നവോത്ഥാന മതിലുകൾ പൊളിക്കാനും എടുക്കാനും ഒക്കെ. അപ്പൊ ഇതിനൊക്കെ കേരളം എന്ന് പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സമൂഹം ബുദ്ധിയും ബോധവും ഇല്ലാതെ ജീവിച്ചത് കൊണ്ടാണ് ഈ കണ്ടവന്മാർ കയറി ഇവന്മാരുടെയൊക്കെ മതത്തിൽ കയറി നരങ്ങുന്നത്. ഇനിയെങ്കിലും ബുദ്ധിയുള്ളവരായിട്ട് ഒരുത്തനെയും നരങ്ങാൻ വിടരുത് ഇങ്ങനെയുള്ളവന്മാരെ. മനസ്സിലായോ? ഇനിയെങ്കിലും നിങ്ങള് ബുദ്ധിയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എല്ലാവരോടും ഞാൻ പറയുക, ഒരുത്തനെയും കയറി നരങ്ങാനായിട്ട് ഒരിക്കലും വിടരുത്. അവനവന്റെ കാര്യം നോക്കി ജീവിക്കണം എന്നുള്ള തരത്തിൽ. എന്നാൽ മാത്രമേ മതേതരം പുലരത്തുള്ളൂ. നിങ്ങൾക്കെല്ലാം അവരവരുടെ കാര്യം നോക്കി ജീവിക്കാൻ, മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവനൊക്കെ അവനവന്റെ മതത്തിൽ കയറി ഉള്ള കാര്യങ്ങൾ നോക്കണം. അവനവന്റെ മദ്രസയിലുള്ളതും അവനവന്റെ മതത്തിലുള്ളതും നോക്കണം. അല്ലാതെ അന്യ മതത്തിൽപ്പെട്ടവരുടെ വിശ്വാസങ്ങളെ ചൊറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയ്ക്ക് വന്നിട്ട് പച്ചത്തെറിയും അപമാനവും പറഞ്ഞ് സംഖ്യയും ചാണകവും ഈ സംഖ്യകൾക്കും ചാണകങ്ങൾക്കും മാത്രമേ ഉള്ളൂ ഹിന്ദു ദൈവങ്ങള്. ബാക്കിയുള്ളവർക്കൊന്നും ഹിന്ദു ദൈവങ്ങളില്ലേ. ബാക്കിയെല്ലാം തൂറാനെന്ന് പൊത്തക എടുത്തു വെച്ചുകൊണ്ട് തള്ളാകു കുക്കും പറഞ്ഞു വേണം വിളിച്ചോണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾ മുഴുവനും. അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക, ഈ കമ്മ്യൂണിസ്റ്റിൽ കിടക്കുന്നവനെല്ലാം തൂറാനെന്ന് പറയുന്ന പുസ്തകവും എടുത്തു വെച്ചിട്ട് തള്ളാഹു കുക്കും പറഞ്ഞാൽ വിളിച്ചോണ്ട് കിടക്കുവാണോ? ഈ കോൺഗ്രസിൽ കിടക്കുന്ന ഹിന്ദുക്കളെല്ലാം തൂറാൻ എടുത്തു വെച്ചുകൊണ്ട് തള്ളാഹു കുക്കും പറഞ്ഞാണ് വിളിച്ചോണ്ട് കിടക്കുന്നത്. എടാ, ഇവന്മാര് ഹിന്ദുക്കൾ അവരുടെ
ദൈവത്തെക്കുറിച്ചോ അവരുടെ സങ്കല്പത്തെക്കുറിച്ചോ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉടനെ സംഖ്യയാക്കുന്നു, ചാണകമാക്കുന്നു, BJP ആക്കുന്നു. എല്ലാം അറിയാണ്ട് ചോദിക്കുക ഞാന്. ബാക്കിയുള്ളവരെല്ലാം തൂറാണെന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ബാക്കിയുള്ള ഹിന്ദുക്കളെല്ലാം നിങ്ങളെ കണ്ടുവച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടുവച്ചിരിക്കുന്നത് മുഴുവനും നിങ്ങൾ തൂറാൻ എന്ന് പറയുന്ന പുസ്തകം എടുത്തു വെച്ച് തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന ഒരു ദൈവത്തെ വിളിച്ചടക്കുന്നവരാ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം. അഥവാ ബൈ ചാൻസ് നിങ്ങളുടെ വായ തുറന്ന് നിങ്ങൾ ഹിന്ദു ദൈവങ്ങളെ ഏതെങ്കിലും ദൈവത്തെ വിളിക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ ചങ്കിയാക്കുന്നു. അപ്പൊ സംഖ്യകളും ചാണകങ്ങളുമേ ഉള്ളൂ ഹിന്ദു ദൈവങ്ങളെ വിളിക്കുന്നവര്. ബാക്കി എല്ലാം തൂറാൻ എന്ന് പറയുന്ന പുസ്തകം എടുത്തു വെച്ചുകൊണ്ട് തള്ളാഹു എന്ന് പറയുന്ന കാമദേവനെ വിളിക്കുന്നവരാണ് ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കള്. ഇവന്മാരുടെ വിശ്വാസം അങ്ങനെയല്ലേ? ഇതല്ലേ ഇവന്മാരുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും കേരളം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാര് ഇനിയും വളർന്നുകൊണ്ടിരിക്കും. ഇവന്മാര് വായ് തുറക്കുമ്പോ തന്നെ വായുടെ നാവ് പിഴിയുന്ന കണക്ക് എന്ത് ചെയ്യണം? കൂട്ടമായിട്ട് എന്ത് ചെയ്യണം? കൊടുത്തേക്കണം. ഒരുത്തനെയും സംസാരിക്കാൻ അനുവദിക്കരുത്. മറ്റുള്ളവരുടെ വിശ്വാസത്തെ കയറി ചൊറിയാൻ വരുന്ന ഏതവനെയും അനുവദിച്ചു കൊടുക്കരുത് കേരളത്തില്. അങ്ങനെ യൂസഫ്, നീ എന്ന് കേരളത്തിൽ വരുന്നു അന്ന് നീ ജയിലിലാണ്. ധൈര്യമുണ്ടേലോടയിൽ ഇസ്രായേൽ ഡൈപ്പർ ഫോഴ്സിന്റെ അപ്പി കഴുകി കൊടുക്കുന്ന പണി കളഞ്ഞിട്ട് നാട്ടിൽ വാ, അപ്പൊ ബാക്കി കാണാം. ആണോ കുഞ്ഞെ? കേരളം നിന്റെ അപ്പന്റെ വകയായിട്ടിരിക്കുവാണോ? കേരളം നിന്റെ അപ്പന്റെ വകയായിട്ടിരിക്കുകയാണോ? ഇസ്രായേൽ ആണെങ്കിൽ ഡൈപ്പർ ഫോഴ്സ് എന്നൊക്കെ നീ പറയുന്ന ഡൈപ്പർ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഡൈപ്പറെങ്കിലും ഇട്ടിട്ടുണ്ട്. നീയെല്ലാം നിന്റെ സുണ്ണാമയും ഇരുമ്പ് കമ്പി കൊണ്ട് കെട്ടിയില്ലേ നടക്കുന്നേ? ഇരുമ്പിനകത്തല്ലേ ഇരുമ്പ് ബോംബ് പൊട്ടി ചാകാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് പൂട്ടും കെട്ടിയില്ലേ നടക്കുന്ന നീയൊക്കെ? പിന്നെ പോരാത്തന്നെ താക്കോലും കൂടി കയ്യിൽ കൊണ്ട് നടന്നിട്ട് ബസ്സിലൊക്കെ ഉടനീളം കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോഴത്തേക്കും തുറന്നു വെച്ച് ബസ്സിൽ വെച്ച് വാണം വിടുന്നവന്മാരല്ലേ നീയൊക്കെ? അങ്ങനെയുള്ള നിനക്കൊക്കെ പറയാൻ നാണമുണ്ടോ? ഇസ്രായേലിനെ പറയാൻ എടാ ഉടുപ്പ് വേണോടാ, ഉടുപ്പ് സംസാരിക്കാനുമ്പോ മനസ്സിലായോ? ഉളുപ്പേ, നിനക്കൊക്കെ ഉളുപ്പ് എന്ന് പറയുന്ന സാധനമില്ല. 16 കെട്ടിയവനെയും 18 കെട്ടിയവനെയും 6 വയസ്സുകാരിയെ പെണ്ണിനെ കെട്ടിയവനെയും ഭോഗിച്ച് നടക്കുന്നവനെയും കണ്ട പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്കും വാണം വിട്ട് നടക്കുന്നവനെയൊക്കെ നിനക്കൊക്കെ സംസാരിക്കാൻ എന്ത് യോഗ്യതയുണ്ട് ഇസ്രായേൽ ജനവുമായിട്ട് കമ്പയർ ചെയ്തിട്ട്? നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട്? മുസ്ലിം ലീഗ് മോഡേൺ കക്കൂസ് അത് തൂറാന് കൊണ്ടു നടക്കുമ്പോ ആരാ കക്കൂസ് എന്നുള്ള നല്ല വൃത്തിയാണ് അറിയാം. തൂറാൻ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ആരാ കക്കൂസ് എന്നുള്ളത് നല്ല വൃത്തിയാണം അറിയാം. നിന്റെയൊക്കെ തള്ളാഹു കുക്കുംബറെന്ന് വിളിച്ചു കൂവുന്നില്ലേ നാട്ടിൽ മുഴുവനും 5 നേരം? അതിന്റെ പേരാ കക്കൂസ്. ആ കക്കൂസിൽ കിടന്ന് ഉറങ്ങി തൂറാനിൽ കിടന്ന് മെഴുകി തീട്ടത്തി ജീവിക്കുന്ന നിന്റെ വായിലൊക്കെ തൂറാനും കക്കൂസും ഇതൊക്കെ വരത്തുള്ളൂ. കാരണം ലൈഫേ അതിനകത്ത് കിടന്ന് ഉറങ്ങിയാണല്ലോ. ജയിലിൽ കൊണ്ടിടും പോലും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? കുഞ്ഞുവാവയ്ക്ക് ബാക്കി കൂടി ഒന്ന് വായിച്ചു കേട്ട് ഞാന്. ധൈര്യമുണ്ടെങ്കിൽ ഇസ്രായേലിനെ വിട്ടിട്ട് കളഞ്ഞിട്ട് നാട്ടിൽ വാ, അപ്പൊ ബാക്കി കാണാം. എന്റെ ധൈര്യം കാണിക്കുന്നത് എന്റെ ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ടാണോ? അറിയാണ്ട് ഞാൻ ചോദിക്കുക, എടാ വിവരം കെട്ടവനെ, എടാ നിനക്കൊന്നും വിവരം ഇല്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നീക്കെ ഇട്ടു വെക്കുന്ന ഈ കമന്റുകൾ എന്ന് പറയുന്നത്. എന്റെ വിവരം കാണിക്കുന്നത് ഞാൻ ജോലി കളഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ടാണോ എന്റെ വിവരം കാണിക്കുന്നത്, ധൈര്യം കാണിക്കുന്നത്? നിന്റെയൊക്കെ ധൈര്യം നീയാ കാണിക്കേണ്ടത്. ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ ഹമാസ് തീവ്രവാദികളുടെ കോട്ടയ്ക്കകത്താണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ നീയൊക്കെ നിന്റെ ധൈര്യം കാണിക്കേണ്ടത് എന്റെ അടുത്താ. മനസ്സിലായോ? ഈ കോട്ടയ്ക്കകത്ത് കിടക്കുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലും റനാന എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് കാറ് കയറ്റി 2 പേരെ കൊന്നു കളഞ്ഞു ഇവന്മാര്. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നിടത്തിനകത്ത് കാറ് കയറ്റി കൊണ്ടുപോയി തീവ്രവാദം അഴിച്ചു വിട്ട് കൊന്നവന്മാര്. അപ്പൊ അത്രയ്ക്കും തീവ്രവാദികൾ കിടന്ന് പോകാനും വരാനുള്ള നേരത്ത് കിടന്നു കഴിഞ്ഞ് ഞാൻ ലൈവില് വന്നു പോകുന്നവളല്ലേ. എന്റെ ലൊക്കേഷൻ കൊടുക്കാത്ത എന്തേ? നിന്റെ ഖാലിദ് മഷാൽ നീ എന്റെ ഫോട്ടോ കാണുമ്പോൾ മാത്രം പേടി വരുവോ എന്നെ കൊല്ലാനായിട്ട്? എന്തേ കുറെ ദിവസം കൊണ്ടേ അലയ്ക്കുവാണല്ലോ ഞാൻ വർഷങ്ങളായിട്ട്. നീയൊക്കെ നിന്റെ ധൈര്യം കാണിക്കടാ. എടാ എന്നെ കൊല്ലാനായിട്ട് നിനക്കൊക്കെ നിന്റെ ധൈര്യം കാണിക്കാമല്ലോ. എന്തേ ചെയ്യാത്ത നീയൊക്കെ? അപ്പൊ നിന്നെയൊക്കെ പേടിച്ച് ഞങ്ങളൊക്കെ നാട്ടിൽ മിണ്ടാതിരിക്കണോ? നിന്നെയൊക്കെ പേടിച്ചിട്ട് നീയൊക്കെ എന്തും തോന്നിയ വാസവും ആരും പറയും എന്തും പറയും അതെല്ലാം കേട്ട് ബാക്കിയുള്ളവരൊക്കെ മിണ്ടായിരിക്കണോ? കേസ് ചിത്ര എന്ന് പറയുന്നത് ഹിന്ദു സ്ത്രീയാ. ആ ഹിന്ദു സ്ത്രീക്ക് അവരുടെ വിശ്വാസം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം ഹിന്ദു എന്ന് പറയുന്ന രാഷ്ട്രത്തിനകത്തുണ്ട്. നിന്റെ നാട്ടിൽ സൗദിക്കകത്ത് കയറിയിട്ടല്ലല്ലോ അവർ സംസാരിച്ചത്, സൗദി കയറിയിട്ടല്ലല്ലോ അവർ പറഞ്ഞത്. ഇനി സൗദി കയറി പറഞ്ഞാലും എന്താ? സൗദിയിൽ ഇരുന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ വിശ്വാസികളോട് സംസാരിച്ചാലും ഇപ്പൊ എന്നാ കുഴപ്പമിരിക്കുന്നേ? അതൊക്കെ ചോദിക്കാനും പറയാനും നീയൊക്കെ ആരാ? നിനക്കൊക്കെ അത്രത്തോളം
ഏടാ നിനക്കൊക്കെ അടുത്തവരുടെ വിശ്വാസത്തിൽ കയറി ചൊറിയാ നീയൊക്കെ ആരാടാ? എടാ നിനക്കൊക്കെ ആരാ അധികാരം തന്നെ? അപ്പം കേരളം ഇനിയും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാര് നാൾക്ക് നാൾ നിങ്ങളുടെ തലയിൽ കയറി ഞരങ്ങുകയാ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പറയാൻ പറ്റാത്ത രീതിയിലും നിങ്ങൾക്ക് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു ഹിന്ദു ആണോ എന്ന് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഇവന്മാര് നിങ്ങളെ കേട്ട് വേട്ടയാടുക. പറയാൻ പാടില്ല പോലും. കേസ് ചിത്ര പോയിട്ട് തള്ളാഹു കുക്കുംബർ എന്നല്ലല്ലോ വിളിക്കേണ്ടത്. കേസ് ചിത്ര തള്ളാഹു കുക്കുംബർ എന്നാണോ വിളിക്കേണ്ടേ? അതാണ് ഇപ്പൊ വിഷമം. കേസ് ചിത്ര തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് വിളിച്ചില്ല. അതാ ഇവന്മാർക്കൊക്കെ വിഷമം. മനസ്സിലായോ? ഇത് കേസ് ചിത്രയ്ക്ക് മാത്രമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഉള്ള കാര്യം. ഇവിടെ സെലിബ്രിറ്റികളെ പോലും ഇവർ വെറുതെ വിടുന്നില്ല. അവർക്ക് പോലും അവരുടെ വിശ്വാസം പറയാനും ഇവരെയൊക്കെ പേടിച്ചിരിക്കണം. പേടിച്ച് കുറെ കടുവും കൂടി മേടിച്ചു കൊടുക്ക്. അൻവർ പച്ചു നീ ചത്തില്ല, ഞാൻ ചാകില്ലടാ. എടാ നിന്റെയൊക്കെ ശവ മഞ്ചരം കണ്ടല്ലാണ്ട് ഞാൻ ചാകില്ല. മനസ്സിലായോ? നിനക്കൊന്നും ചത്തില്ലേ, ബോംബ് വീണില്ലേ എന്നൊക്കെ പറഞ്ഞ് മെഴുകി കരയാവുന്നല്ലാതെ വേറൊരു ഗുണവുമില്ല ഇതിനകത്ത്. അതാദ്യം മനസ്സിലാക്ക്. കേസ് ചിത്ര എന്ന് പറയുന്നത് നിന്നെയൊക്കെ പേടിച്ച് കടുകിനകത്ത് കയറി ഒളിക്കണോ? നിങ്ങളുടെ വിചാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാറിയും തിരിഞ്ഞ് നിങ്ങളെ പ്രീണിപ്പിച്ച് നിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ട് അവർ കിടന്ന് മെഴുകിത്തരുന്നത് കൊണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ നെഞ്ചത്ത് കയറിയിരുന്ന് അങ്ങ് മേയാവുന്നോ? ബാക്കിയുള്ളവരുടെ വിശ്വാസത്തെയൊക്കെ കയറി അങ്ങ് ചൊറിയാവുന്നോ? അവർക്കാർക്കും അവരുടെ വിശ്വാസം പറയാൻ പാടില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകത്തില്ല പോലും. കോൺഗ്രസ് പാർട്ടിയിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട തള്ളാഹു കുക്കുംബർ എന്ന് വിളിക്കുന്ന കാമഭ്രാന്തന്മാര് മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കളാരും ഇല്ലേ അതിനകത്ത്? അറിയാണ്ട് ഞാൻ ചോദിക്കുക. അപ്പം നട്ടലില്ലാത്തവന്മാര് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് സ്വയം അവന്മാര് പറഞ്ഞു തള്ളുകയാ. അതിനകത്ത് നട്ടലില്ലാത്തവന്മാരാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടി നിങ്ങളോട് തന്നെ പറഞ്ഞു തരികയാ. മനസ്സിലായോ? തള്ളാഹു കുക്കുംബർ ഹമാസ് തീവ്രവാദികള് ഇവിടെ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ട് പോയപ്പോഴത്തേക്കും, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് പോയപ്പോഴത്തേക്കും എല്ലാം നാട്ടിൽ കൊടി പിടിക്കാനായിട്ട് വഴിനീളെ നടക്കുക. ഹമാഷി പോരാളി. അതിന് കോൺഗ്രസ് പാർട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന് നമ്മൾ നിന്നു കൊടുക്കും. പിന്നെ നമുക്ക് മുജാഹിദുമായിട്ട് നമ്മൾ കൈകോർക്കും. പിന്നെ നമ്മൾ ഫുഡ് ഫെസ്റ്റിവൽ നടത്തും. മീറ്റ് ഫെസ്റ്റിവൽ നമ്മൾ നടത്തും. പിന്നെ നമ്മൾ ഇസ്ലാമിക പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തങ്ങ് കൊടുക്കും. പക്ഷെ ഹിന്ദുക്കളുടെ ഒരു ആവശ്യം വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവരെല്ലാം പിന്നെ ചാണകവും സംഖ്യകളുമാണ്. നിങ്ങൾക്ക് ചാണകവും സംഖ്യയും എന്നുള്ള പട്ടമിട്ട് തന്നിരിക്കുക ഇവന്മാര് മുഴുവൻ. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ചാണകവും സംഖ്യയും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ അപമാനിക്കുകയല്ല വൃത്തികെട്ട ഹിന്ദുക്കളെ. നീ എന്റെ തലയൊക്കെ ഉണര്. നീയൊക്കെ നിങ്ങളൊക്കെ അപമാനിക്കുമല്ലേ? നിങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ, ഹിന്ദു എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ചാണകമാണെന്നും നീ ഒരു സംഖ്യയാണെന്നും നിന്നെ അപമാനിക്കുകയല്ലേ? നീ നിനക്ക് ഈ സാധാരണ ഒരു ഹിന്ദു ആയിരുന്നു പോലും നിനക്ക് നിന്റെ ദൈവത്തെ വിളിക്കാൻ പറ്റത്തില്ലെന്നാ അതിനർത്ഥം. മനസ്സിലായോ? നീ ഒരു സാധാരണ ഹിന്ദു ആയിരുന്നു പോലും നിന്റെ ദൈവത്തെ വിളിക്കാൻ പറ്റില്ലെന്നാ അതിനർത്ഥം. നീ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ സംഖ്യയാണ്, നീ ചാണകമാണ്, നീ കേവലം ചാണകമാണെന്ന് പച്ചയ്ക്ക് നിന്നോടൊക്കെ പറഞ്ഞിട്ട് നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? നാണം കെട്ട ഹിന്ദുവേ. എടാ നീയൊക്കെ നാണവന്മാരെ അരിയാധാരം തിന്നവന്മാര് തന്നെയാണോ നാണം കെട്ടവന്മാരെ? ഈ ചെറ്റുകളുടെ ഇടയിലൊക്കെ നീയൊക്കെ ജീവിച്ച് ഇവന്മാരുടെ അടിമകളായിട്ടൊക്കെ കിടക്കുന്നത് ഈ പന്നിക്കൂട്ടങ്ങളുടെ. ഇവന്മാര് എത്രത്തോളം കയറി ഞരങ്ങി തോളത്ത് കയറി ഇരുന്ന് കടിക്കുന്നെന്ന് നിനക്കൊക്കെ മനസ്സിലായോ? അല്ല അറിയാണ്ട് ചോദിക്കുക. ഇവന്മാര് എത്രത്തോളം കയറി നിന്റെയൊക്കെ തോളത്ത് കയറി ഇരുന്ന് കടിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായോ? ലോകം തന്നെ ഇസ്ലാമിക രാഷ്ട്രമാകും, അന്നേരം എന്നെ തൂക്കിക്കൊല്ലുന്നു. പിന്നെ നീയൊക്കെ കൊല്ലൂന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഞാൻ കയറി അങ്ങ് കടുകിനകത്ത് കയറി ഒളിച്ചോണ്ടിരിക്കാൻ. പോടാ അതെല്ലാം തരത്തിൽ പോയി നീയൊക്കെ സംസാരിച്ചാ മതി. മനസ്സിലായോ? നാണം കെട്ട ഹിന്ദു, ഒരു ഉളുപ്പുമില്ല. ഇവന്മാരെല്ലാം പച്ചയ്ക്ക് എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും കുറെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന മതേതര സൗഹാർദ്ദമുള്ള മതസൗഹാർദ്ദക്കാരൊക്കെയാ പോയി നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇമാതിരി വർഗങ്ങൾക്ക്. നീയൊക്കെ നിന്റെയൊക്കെ ഏത് ദൈവത്തെ വിളിച്ചാലും നിന്നെയൊക്കെ പച്ചയ്ക്ക് അവന്മാർ കണ്ടിരിക്കുന്നത് നീ വെറും കേവലം ഒരു ചാണകവും നീ ഒരു സംഖ്യയുമായിട്ടാണ്. മനസ്സിലായോ? ജോസ് സാമുവൽ, നിങ്ങൾ പറഞ്ഞു റൂട്ട് മാറുന്നു. ആണോ കുഞ്ഞാടെ? വിഷമമായി പോയോ ഞാൻ പറഞ്ഞങ്ങ് റൂട്ട് മാറിയപ്പം? ആണോ ജോസ് സാമുവൽ കുഞ്ഞാടിന് എന്താ വേണ്ടത് ഇപ്പം?
അറിയാണ്ട് ചോദിക്കുക, ഏത് റൂട്ടിലോട്ട് ഞാൻ ഒന്ന് പോകണം പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു കുഞ്ഞാടെ. നീയൊക്കെ മന്ദബുദ്ധിയായിട്ട് സ്കൂളിലല്ലേ പഠിച്ചത്? നീ രാമായണത്തിന്റെ കഥ ഒന്നും പഠിച്ചിട്ടില്ല. നീ കാണാപ്പാടം ഇരുന്നിട്ട് രാമൻ വനവാസത്തിന് പോയി 14 വർഷം, രാമൻ വനവാസത്തിന് പോയി 14 വർഷം ഒന്നും നീ പഠിച്ചിട്ടില്ല. നീ പോയി പരീക്ഷയ്ക്കൊന്നും എഴുതി വെച്ചിട്ടില്ല കാണാപ്പാടം പഠിച്ചൊന്നും. ആരുടെയും ചരിത്രങ്ങളും കാര്യങ്ങളും ഒന്നും നിനക്ക് ചേരാത്തതൊന്നും നീ പോയി സ്കൂളിൽ പോയി പഠിക്കുകയോ കാണാപ്പാടം പഠിക്കുകയോ ഒരു ദൈവത്തിന്റെയും പേര് കാണാപ്പാടം പഠിച്ച് നീ എഴുതിയിട്ടൊന്നുമില്ല. അപ്പൊ എന്താ വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് നീ വീട്ടിനകത്ത് കയറി അടഞ്ഞിരിക്കാത്ത എന്താ? ലോകത്തിന്റെ കാര്യങ്ങളും കുറിച്ചൊന്നും പഠിക്കേണ്ടായിരുന്നല്ലോ നീ ഒന്നും. ഈ ലോകവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ നടക്കുന്ന അജണ്ടകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിനക്കൊന്നും ജീവിക്കാൻ വയ്യെങ്കിൽ, നീ എല്ലാം സൈക്കോ വിശ്വാസികളാണെങ്കിൽ വീട്ടിൽ കയറി ഇരിയടാ. നീയൊക്കെ എന്തിനാ നീയൊക്കെ പുറം ലോകത്ത് ഇറങ്ങി നടന്ന് നീയൊക്കെ ഞണ്ടുന്നേ? നീയൊക്കെ എന്തിനാ ലോകത്ത് ഇറങ്ങി നടന്ന്? നീയൊക്കെ സൈക്കോ വിശ്വാസികളാണെങ്കിൽ കയറി വീട്ടിനകത്ത് അടകടഞ്ഞിട്ട് അവിടെ തന്നെ കിടന്ന് ജോലിയും കൂലിക്കും പോകാതെ 10 പേരുമായിട്ട് സഹകരിക്കാതെ സമൂഹത്തിൽ നിന്നും വേർവിട്ട് നീയൊക്കെ വീട്ടിനകത്ത് അടകടഞ്ഞ് കിടന്ന് ചാക് തിന്നാതെയും കുടിക്കാതെയും കിടന്ന് ചാക്. അങ്ങനെയെങ്കിലും നീയൊക്കെ നേരെ സ്വർഗത്തിൽ പോകാനുള്ള വഴി നോക്ക്. ഇവിടെ ലോകം വേറൊരു അജണ്ടയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, നാട് വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനും നശിച്ച് നാറാണക്കല്ലെടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ഹാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു സാത്താനിക മതം ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ മേലും ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആ നേരം എന്തുവാ ആനപാറി കഥ പറയുമ്പോഴാണ് കോണകം പാറിയ കഥയുമായിട്ട് വരുന്നത്. മനുഷ്യൻ ആദ്യം ജീവിക്കാനും നമുക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കണ്ടാ പോകേണ്ടത്. സമൂഹം ഇപ്പൊ ഇവന്മാരുടെ കൈവെള്ളയിൽ കിടക്കുന്ന അവസ്ഥയായി. ഇന്ത്യക്കകത്ത് പോലും ഹിന്ദുക്കളും ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ വാഴുന്ന കേരളത്തിന് ഇന്ത്യക്കകത്ത് അവന്മാര് തീരുമാനിക്കും ആര് ഹിന്ദു ആയിരിക്കണം, ആര് ക്രിസ്ത്യാനി ആയിരിക്കണം, ആരുടെ വിശ്വാസത്തെ പറയണം, അവരെന്ത് വിശ്വാസം പറയണം, ആർക്ക് എന്ത് പാർട്ടിയിൽ പോകണം എന്നൊക്കെ ഇവര് തീരുമാനിക്കും. ബാക്കിയുള്ളവരെല്ലാം മൊണ്ണകളാ. ഒരച്ഛൻ കയറി എനിക്ക് BJPക്ക് പോണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് അച്ഛനെ കെട്ടിയാടുന്നു. ബാക്കിയുള്ളവരെല്ലാം മൊണ്ണകളാ. അല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുക, ക്രിസ്തീയ സ്കൂളിനകത്ത് ക്രിസ്തീയ കോളേജിനകത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നതാരാ ആത്മഹത്യ ചെയ്തതിന്റെ പേരില്? ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് അച്ഛനാണോ കുറ്റക്കാരൻ? ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് പള്ളിയിലെ കോളേജ് മാനേജ്മെന്റ് ആണോ കുറ്റക്കാര്? ഇനി കോളേജ് മാനേജ്മെന്റ് കുറ്റക്കാരാണെങ്കിൽ നിയമവാഴ്ചകളില്ലേ ഇന്ത്യക്കകത്ത് നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട്? എന്നിട്ട് കൂട്ടമായിട്ട് പോയിട്ട് ആ പള്ളി ക്രിസ്തീയ സ്ഥാപനത്തെ ആക്രമിക്കാൻ ചെന്നവനാരാ? ഏതവന്മാരാ? വണ്ടി പിടിച്ച് സുഡാപ്പികളും പോപ്പുലർ ഫ്രണ്ടും കയറി ഇറങ്ങിയാ കോളേജിനെ ആക്രമിക്കാൻ നോക്കിയത്. ഇതൊക്കെ അഴിച്ചു വിട്ടിരിക്കുവോ? മുഴുക്കാളുകളെ പോലെ ഇവന്മാരെ നിങ്ങൾ എന്ത് തോന്നിവാസവും കയറി കാണിച്ചോ എന്ന് പറഞ്ഞിട്ട്? അപ്പൊ അത്രത്തോളം മന്ദബുദ്ധികൾ കേരളത്തിൽ കിടക്കുക. ക്രിസ്ത്യാനി എന്നുള്ള പേരിലും ഹിന്ദു എന്ന പേരിലും മന്ദബുദ്ധികൾ കിടക്കുക. ആണും പെണ്ണുമില്ലാത്ത ഉഷിരി കെട്ടതൊക്കെ കിടക്കുന്നത് കൊണ്ടാണ് ഇവന്മാര് കയറി ഞരങ്ങി കൊണ്ടുപോകുന്നത്. എന്നിട്ട് അതേ സമയത്ത് തന്നെയാണ് ആ കോളേജിൽ പ്രശ്നം നടക്കുമ്പോൾ തന്നെ ഒരു ഇസ്ലാമിക കോളേജിനകത്ത് ഒരു ചെറുക്കൻ ആത്മഹത്യ ചെയ്യുന്നു. ഒരു മദ്രസയിൽ ഒരു പെങ്കൊച്ച ആത്മഹത്യ ചെയ്യുന്നു. അനക്കുമില്ല ഒറ്റൊരുത്തനും അനക്കമില്ല, ഒറ്റൊരുത്തനും വായി തുറന്നിട്ടില്ല, ഒറ്റൊരുത്തനും അവിടെ പ്രശ്നമില്ല. അപ്പൊ നമ്മന്റെ മതക്കാർ എല്ലായിടത്തും നിങ്ങൾ നുഴഞ്ഞു കയറും. ഹിന്ദു ക്രിസ്ത്യാനിയുടെ സ്ഥാപനങ്ങളിലൊക്കെ നുഴഞ്ഞു കയറാൻ നിനക്കൊക്കെ ആരാടെ അധികാരം തന്നെ? ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ സ്ഥാപനങ്ങളിലും അവരുടെ വിശ്വാസത്തിലും അവരുടെ കാര്യങ്ങളിലൊക്കെ പബ്ലിക്കിൽ വന്ന് നുഴഞ്ഞു കയറാൻ നിനക്കൊക്കെ ആരാ അധികാരം തന്നെ? അത് അധികാരം തന്നു വെച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസുമാ. ആ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനെ പിടിച്ച് വലിച്ച് നിലത്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ തീരുമാരുടെ അധികാരവും കിധികാരവും പിന്നെ ബാക്കിയുള്ളവർക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും ഇവന്റെയൊക്കെ ഇടയിൽ. അതിന് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. മനസ്സിലായോ? അതിന് നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും വലിച്ചു നിലത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അതോടുകൂടി ബാക്കിയുള്ളവർക്ക് സമാധാനത്തോടുകൂടി ഇന്ത്യക്കകത്ത് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇന്ത്യക്കകത്തൊന്നും ഒരുത്തനും ജീവിക്കാൻ പറ്റൂല. പ്രത്യേകിച്ചും കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അതേ മക്കയും മദേനിയൊക്കെ ഇവന്മാരെന്തുവാ ഖുറേഷികളുടെ ബഹുദൈവ വിശ്വാസ കേന്ദ്രങ്ങളെയൊക്കെ പൊളിച്ചിട്ടാണ് ഇവന്മാർ അവരുടെ മക്കയും മദേനി എന്തിനാ ഇപ്പത്തെ നടക്കുന്ന നാട്ടിലോ? ഇപ്പൊ നടക്കുന്നതൊക്കെയോ ജെറുസലേമിനകത്ത് യെരുശലേം ദേവാലയം ഇരുന്നടത്ത് എന്തുവാ അലക്സ എന്ന് പറയുന്ന ഒരു കക്കൂസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ? ആ കക്കൂസിന് വേണ്ടിയിട്ടല്ലേ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടോണ്ട് കിടക്കുന്നത്? ഈ കക്കൂസിന് വേണ്ടിയിട്ട് ജെറുസലേമിനകത്ത് കക്കൂസ്, കാണുന്നിടത്തെല്ലാം കക്കൂസ്, കേരളത്തിൽ മുക്കിലും മൂലയിലും എല്ലാം കക്കൂസ്. ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഏരിയയിൽ കയറി ഇവന്മാർ വളയും. അവിടെ പോയിട്ട് അവന്മാർ പതുക്കെ എന്ത് ചെയ്യും? ആ സ്ഥലങ്ങളിൽ ഇവന്മാർ എന്ത് ചെയ്യും? കട തുടങ്ങും.
കുഴിമന്തി, അൽഫാം, വെന്തില്ലാഹ്, എന്തെല്ലാം അറബിക്ക് ഫുഡുണ്ടോ അതെല്ലാം കൊണ്ടുവന്നങ്ങ് കൊടുക്കുമ്പം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തിന്നാനും കുടിക്കാനും ഇതുവരെയൊക്കെ ഇല്ലായിരുന്നു. പണ്ട് കാലങ്ങളിലൊന്നും തിന്നാനും കുടിക്കാനും ഇല്ലാതെ തെണ്ടി കിടക്കുമായിരുന്നു, ഹോട്ടലുകളൊന്നും ഇല്ലാതെ, ക്രിസ്ത്യാനിയും ഹിന്ദുവും. അതുകൊണ്ട് നമ്മന്റെ മതക്കാരുടെ ഹോട്ടൽ തിരക്കിയേ ഹിന്ദുവും ക്രിസ്ത്യാനിയും പോകത്തുള്ളൂ. അപ്പൊ അവൻ എന്ത് ചെയ്യും? അതിനകത്ത് തൂറി വെച്ച് തരും. അതുകൊണ്ടാണ് നിനക്ക് ടേസ്റ്റ് ഇത്ര കൂടുതലായി തോന്നുന്നത്. തൂറി വെച്ച് ആഹാരം കഴിച്ചത് എന്തുവാ, BBC വരെ റിപ്പോർട്ട് വന്നതാ, ആളുകൾക്ക് തൂറി ആഹാരം കൊടുത്ത കാര്യം. അപ്പൊ ഇത് റിപ്പോർട്ട് വന്ന കഥ ഒരെണ്ണം, അപ്പം വരാത്തത് എത്രയിടത്ത് എങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറയണ്ട. ഉപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? മൂത്രം ഒഴിച്ചു വെക്കും. നിങ്ങൾക്കല്ലേ തരുന്ന ടേസ്റ്റോടെ നീയൊക്കെ തിന്നുന്നില്ലേ? ഓ ബായിക്കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നല്ല ബിരിയാണി എന്നറിയാമോ? അവിടുത്തെ ബിരിയാണി തിന്നാനായിട്ട് എന്നാ ടേസ്റ്റാന്നറിയാമോ? അതാ തൂറി തരുമ്പോഴും തുപ്പിത്തരുമ്പോഴും മൂത്രം ഒഴിച്ച് തരുമ്പോഴെല്ലാം അതിന് ടേസ്റ്റ് കൂടുതലാ. അവിടെ കട തിറക്കിയേ പോകത്തുള്ളൂ തിന്നാൻ വേണ്ടിയിട്ട്. അത്രയും കാലം വരെയും എന്തുവാ പണ്ട് കാലങ്ങളിലൊക്കെ കിടന്ന എന്തുവാ അയ്യപ്പന്റെ കടയും മത്തായുടെ കടയും പണ്ട് ടേസ്റ്റ് ഇല്ലാതെ ജീവിച്ച് തിന്നവരാ. ഇപ്പം മാത്രം അവർക്ക് പ്രത്യേക ടേസ്റ്റാ. നാണവും മാനവും ഉണ്ടോ നിനക്കൊക്കെ? അതേ ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ഇടാം. അവന്മാരുടെ എന്തുവാ ഇത് ഏതാ ഹലാല്, തുപ്പൽ ഹലാല് പാത്രങ്ങള്, നീയൊക്കെ ഞണ്ണുന്ന പാത്രങ്ങളില്ലേ, കടയിൽ പോയിട്ട് നീയൊക്കെ ഞണ്ണുന്ന പാത്രം ഉണ്ടല്ലോ, ഇവന്മാരുടെ ഹോട്ടലുകളിൽ കയറിയിട്ട് ഞണ്ണുന്ന പാത്രം, അതിനകത്ത് മുഴുവൻ തുപ്പി തുപ്പി വെക്കുക. പ്ലേറ്റിനകത്തും സ്പൂണിനകത്തും എല്ലാം തുപ്പി 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 കൂട്ടമായിട്ടിരുന്നിട്ട് പാത്രം വെക്കുക. വെച്ചിട്ട് അതിനകത്താണ് നിനക്കൊക്കെ ആഹാരം തരുന്നത്. നീ അറിയുന്നുണ്ടോ? എടാ, നിനക്ക് കൊണ്ടുവരുന്ന ആഹാരം തരുന്നതിന് മുമ്പേ അവന്മാർ നിന്നോടുള്ള, പ്രത്യേകിച്ച് ഉമ്മാർക്ക് ക്രിസ്ത്യാനിയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, ഹിന്ദുവിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. പുറമേ കാണിക്കുന്ന സ്നേഹവും അഭിനയവും മാത്രമാ. നിനക്ക് ഫുഡ് കൊണ്ട് തരുമ്പോ അതിന് മേളിൽ തുപ്പി വെച്ച നീ വല്ല അറിയുന്നുണ്ടോ? ഇവന്മാരെ വിശ്വസിച്ച് നിനക്കൊക്കെ പോയി കഴിക്കാൻ പറ്റുമോ? ഉമ്മാരുടെയൊക്കെ ഹോട്ടലുകളിൽ കയറിയിട്ട്. എടാ, ബുദ്ധിയും ബോധവും ഇല്ലാത്തവന്മാരെ, തലയൊന്നും ഉണർന്ന് ചിന്തിക്ക്. ഉമ്മാര് പ്രവർത്തിക്കുന്ന പ്രവൃത്തി അത്രത്തോളം എന്താ പറയുന്നേ, അത്രത്തോളം ഇവന്മാര് എന്താ പറയുന്ന, എങ്ങനെ മനുഷ്യനെ, മറ്റു മതസ്ഥരെ എങ്ങനെ അപമാനിക്കാം, മറ്റു മതസ്ഥരോട് എങ്ങനെ വൃത്തികെട്ട രീതിയിൽ ജിഹാദ് നടത്താമെന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നവന്മാരാ. ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലഘട്ടമായി മാറി വന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. എടാ, KS ചിത്ര എന്ന് പറയുന്നത് അവരൊരു ഹിന്ദു സ്ത്രീയാണ്. അവരെന്ത് പിഴച്ചു? അവരുടെ വിശ്വാസത്തിൽ അവരുടെ രാമനെ അവർ ദൈവമായിട്ട് വിളിക്കുകയോ, കൃഷ്ണനെ അവർ ദൈവമായിട്ട് വിളിക്കുകയോ, ആരെയോ അവർ ദൈവമായിട്ട് വിളിച്ചിട്ട് പോട്ടെ. അവരുടെ ദൈവത്തെ വിളിച്ചതിന്റെ പേരിൽ അവരുടെ ഒരു എന്തുവാ ആലയത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വിശ്വാസികളോടാ പറഞ്ഞത്. എടാ, നിന്റെയൊക്കെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളോടാണോ അവര് പറഞ്ഞേ? അതോ നിന്റെയൊക്കെ തള്ളാഹു കാമഭ്രാന്തനായ വിശ്വസിച്ച് നടക്കുന്ന നിങ്ങളോടൊക്കെയാണോ അവര് പറഞ്ഞേ? അവർക്ക് അവരുടെ വിശ്വാസികളോട് പറയാനുള്ള ഇതില്ലേ, സ്വാതന്ത്ര്യമില്ലേ കേരളത്തിലെ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അവർക്ക് അവരുടെ വിശ്വാസം പറയുവാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ ഇല്ലേ? നീയൊക്കെ കയറി ചൊറിഞ്ഞുകൊണ്ട് പോകുന്നത്. അവരൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നെങ്കിൽ നീയൊക്കെ പറഞ്ഞതിനകത്തൊരു അർത്ഥമുണ്ട്. അവരവരുടെ വിശ്വാസത്തിൽ ഒരു ഹിന്ദു സ്ത്രീക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കേരളം ആർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു നോക്കിക്കൊണ്ട നിങ്ങള്. കേരളം ആർക്കാ തീരെഴുതി കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇനിയെങ്കിലും നീയൊക്കെ ഉണർന്ന് ജാഗരിച്ചിട്ട് എന്നിട്ട് പറയും സുരേഷ് ഗോപിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി കൊണ്ടുപോയി മാതാവിന് കിരീടം കൊടുത്തെന്ന്. അത് സുരേഷ് ഗോപിയുടെ ഇഷ്ടം. അത് നിനക്കൊക്കെ പിന്നെ വല്ല കുഴപ്പമുണ്ടോ? വോട്ട് പിടിക്കാൻ വേണ്ടി കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചവരല്ലേ നിങ്ങളൊക്കെ? കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചവരല്ലേ? സുരേഷ് ഗോപിയോട് കിരീടം കൊടുത്ത് വോട്ട് പിടിക്കുകയോ കിരീടം കൊടുക്കാതെ വോട്ട് പിടിക്കുകയോ ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പോട്ടെ. അതൊക്കെ നിനക്കൊക്കെ എന്താടാ കുഴപ്പം? നിനക്കെന്താ കുഴപ്പം? അത് നിന്റെ പള്ളിയിൽ കൊണ്ടുവന്നല്ലോ തന്നത്. കത്തോലിക്കാരുടെ പള്ളിയിലല്ലേ കൊണ്ടു കൊടുത്താ? നിനക്കെന്തിന്റെ സോക്കേടാ? നിന്റെ മുസ്ലിയാരാണോ കൊണ്ടു കൊടുത്തേ? അത് എടാ നിന്റെയൊക്കെ മുസ്ലിയാരാണോ കൊണ്ട് കൊടുത്തത്? അത് നിനക്ക് ഇളകാനായിട്ട് അത് കൊടുത്തത് ഒരു ഹിന്ദുവാണ് കൊടുത്തത്. അത് ക്രിസ്ത്യൻ പള്ളിയിലാ കൊടുത്തത്. അവര് തമ്മിലൊക്കെ നോക്കിക്കൊള്ളും ആ കാര്യങ്ങൾ, എങ്ങനെ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം. നീയൊക്കെ കയറി എന്തിനാ നുഴഞ്ഞു കയറുന്നേ? നിങ്ങൾ എന്തിനാ കണ്ടവന്റെ വിശ്വാസത്തിൽ കയറി നുഴഞ്ഞു കയറി അവന്മാരുടെ കാര്യത്തിന് അത് തലയിട്ട് അവന്മാരുടെ മറ്റവരുടെ വിശ്വാസത്തിന് അരവിന്ദാക്ഷൻ ബാബർ ഭക്തർക്ക് സഹിച്ചില്ല. ബാബർ ഭക്തർ സഹിച്ചില്ലെന്നുണ്ടെങ്കിൽ വായും വെച്ച് മിണ്ടാതിരിക്കണം. ബാബർ ഭക്തർക്ക് ഇല്ലെങ്കിൽ പോയി എന്ത് ചെയ്യണം? വീടിനകത്ത് പോയിട്ട് എന്ത് ചെയ്യണം? കുരു പൊട്ടിക്കണം ഇരുന്നിട്ട്, ഒറ്റയ്ക്ക് ഇരുന്നിട്ട്.
പബ്ലിക്കിൽ വന്ന്, കേരളത്തിൽ വന്ന് മറ്റുള്ളവരുടെ വിശ്വാസത്തെ കയറി ചൊറിഞ്ഞിട്ട് മറ്റുള്ളവരുടെ മേലും ഞങ്ങൾ നിന്നെ തീരുമാനിക്കും നീ ആരായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഏത് വിശ്വാസം തുടരണമെന്നും നീ എന്തു പറയണമെന്നും ഞങ്ങൾ തീരുമാനിക്കാം. കൊള്ളം 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 കൊള്ളം. സൂപ്പർ സൂപ്പർ കേരളം, സൂപ്പർ കേരളം. ഹിന്ദുവിനെ എന്തു പറയണം, ക്രിസ്ത്യാനി എന്തു പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മന്റെ മതക്കാര് തീരുമാനിക്കും. തള്ളാഹു കാമഭ്രാന്തന്റെ കൂട്ടര് തീരുമാനിക്കും. ഇപ്പോഴേ ഇവന്മാർ ഇങ്ങനെയാണ്. ഇതല്ലേ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപകടം വലുതാണ്, അപകടം വലുതാണ്. ഇവന്മാരെ വളരാൻ വിട്ടാൽ, ഇവന്മാരെ വേരോടെ വെട്ടിയിട്ടാൽ അല്പമെങ്കിലും ആശ്വാസം കിട്ടും. ഇവന്മാരെ അല്പം ഒന്ന് വളരാൻ വിട്ടാൽ ഒട്ടകത്തിന് തല കൊടുത്തത് ഇടം കൊടുത്തതുപോലെ ആയി തീരുമെന്ന് പറഞ്ഞ കാര്യം. ഇപ്പം ഇംഗ്ലണ്ട് പിടിച്ചോണ്ടിരിക്കുക. ഇംഗ്ലണ്ടിൽ അഭയാർത്ഥിയായിട്ട് അമ്മ തായേ പച്ചിക്കുതേ എന്ന് പറഞ്ഞ് പോയവന്മാരാ ഇംഗ്ലണ്ടിലോട്ട്. ഇപ്പൊ അമ്മായ തായേ പച്ചിക്കുതേ എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിൽ പോയവന്മാരൊക്കെ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് പറയാൻ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലുള്ളവർ ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇംഗ്ലണ്ടിൽ അവന്മാരാ തീരുമാനിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ആരെന്ത് ചെയ്യണം, ആരെന്ത് പറയണം, ആരെന്ത് പറയാതിരിക്കണം, ആർക്ക് സപ്പോർട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. യമനില് ഹൂത്തികള് എന്ത് ചെയ്യുകയാണ്, യുദ്ധത്തിന് ഇറങ്ങി നടക്കുക. യമനിൽ ഹൂത്തികൾ എന്ത് ചെയ്യുകയാണ്, യുദ്ധത്തിന് ഇറങ്ങി നടക്കുക. ആർക്കുമായിട്ട്, ആർക്കെതിരെ? ചാവുകടലിനകത്ത്, സോറി ചാവുകടലല്ലോ, ചെങ്കടലിനകത്ത്, ചെങ്കടലില് പോകുന്ന അന്താരാഷ്ട്ര കപ്പലുകളെല്ലാം തടഞ്ഞുകൊണ്ട് ആ കപ്പലുകളുടെ മേലെ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് ഹൂത്തികൾ ഇറങ്ങി നടന്ന് യുദ്ധം ചെയ്യുക. അപ്പം ഒരുത്തനും ഒന്നും തോന്നിയില്ല. അപ്പോഴത്തേക്കും ബ്രിട്ടനും അമേരിക്കയും കൂടി എന്ത് ചെയ്തു, തിരിച്ചടിച്ചങ്ങ് കൊടുത്തു. അതുകൊണ്ട് ബ്രിട്ടൻ കത്തിക്കാൻ വേണ്ടി ബ്രിട്ടനിൽ ഇറങ്ങി നടക്കുക. ബ്രിട്ടനെ ജീവിച്ചിട്ട് ബ്രിട്ടനെ കത്തിക്കാൻ ബ്രിട്ടനിൽ ഇറങ്ങി നടക്കുന്ന ഈ ഹൂത്തികൾക്ക് വേണ്ടി. ആരൊക്കെയാ ഈ ഹൂത്തി? ആരാണ്? ഷിയകളാണ്. ഈ ഹൂത്തികൾ ഷിയകളാണ്. ഈ ഷിയകൾക്ക് വേണ്ടി ബ്രിട്ടനിൽ ഇറങ്ങി നടന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഇതാ സുന്നികള്. ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങൾക്ക്, ഈ സുന്നികളും ഷിയകളും എന്നൊക്കെ പറയുന്നവന്മാര് ലോകം പിടിച്ചടക്കാൻ വേണ്ടി രണ്ടും ഒന്നാകും. ഒന്നാക്കിയിട്ട് പിന്നെ നമുക്ക് തമ്മിൽ ആരാ കാലിഫേറ്റില്, ഇസ്ലാമിക് ഹാലിഫേറ്റിൽ ആരാണ് പ്രധാനം എന്ന് പറഞ്ഞ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു ചാകാന്ന് പറഞ്ഞ് പിന്നീടാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇംഗ്ലണ്ടിനകത്ത് അഭയം കൊടുത്തതിന്റെ കൂത്തികളെ അടിച്ചതിന് അന്നാ ഇവനൊക്കെ യമനിൽ പോയി താമസിച്ചൂടെ? എന്തിനാ ഇംഗ്ലണ്ടിൽ താമസിച്ചിട്ട് ഇംഗ്ലണ്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? അമേരിക്കയിൽ താമസിച്ചിട്ട് അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവന്മാര് ഏതൊരു രാജ്യത്ത് കിടന്നാലും, ഒരു ക്രിസ്ത്യാനി രാജ്യത്ത് കിടന്നാലും, ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ കിടന്നാലും, ആ ഹിന്ദു രാഷ്ട്രവും ക്രിസ്ത്യൻ രാഷ്ട്രത്തെയും അവന്മാര് തിരിഞ്ഞല്ല കാണുന്നത്. ഇതൊരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ്, നമുക്ക് ഇങ്ങനെ നമ്മൾ അവരുടെ രാജ്യത്ത് നമ്മൾ അവരുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നല്ല ചിന്തിക്കുന്നത്. നീ ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ എന്റെ തള്ളാഹുവിന്റെ ശരീഅത്ത് നിയമം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വരയ്ക്കും ഞങ്ങൾ ഈ ഹിന്ദു രാഷ്ട്രത്തിൽ പോരാടുമെന്ന് അവര് പറയുന്നത്. നീ ക്രിസ്ത്യാനി രാഷ്ട്രമാണെങ്കിൽ ഞങ്ങളുടെ തള്ളാഹുവിന്റെ ശരീഅത്ത് നിയമം ഉണ്ടാക്കുന്നത് വരയ്ക്കും ഞങ്ങൾ ഈ രാജ്യത്ത് കിടന്ന് പോരാടുമെന്ന് അവന്മാര് പറയുന്നത്. കുറച്ചു അവന്മാരെ വളരാൻ വിട്ടുകഴിഞ്ഞാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ വേരിൽ തന്നെ പറിച്ചു കളയണം ഈ കളകളെ. ഇതിനെ വളരാൻ വിടാൻ പാടില്ല. ഇത് കേരളത്തിനകത്ത് ഇവന്മാരെ വളരാൻ വിട്ടതാണ് പ്രശ്നം. മനസ്സിലായോ? കേരളത്തിനകത്ത് ഇവന്മാരെ വളരാൻ വിട്ടതാണ് പ്രശ്നം. കേരളത്തിൽ ഇവന്മാരെ വളരാൻ വിട്ടതാരാണ്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. ഇനിയെങ്കിലും ബുദ്ധി പഠിക്കുക ഹിന്ദുക്കളെ, ഇനിയെങ്കിലും ബുദ്ധി പഠിക്കുക ക്രിസ്ത്യാനിയെ. അച്ഛന്മാര് BJP-യോട് ചേരുമ്പോഴത്തേക്കും ഇളക്കപ്പെരുപ്പം നമ്മന്റെ മതക്കാർക്ക്. എടാ നിനക്കൊക്കെ ഇളക്കപ്പെരുപ്പം എന്തിനാടാ? അച്ഛനല്ല, നീ ആരാടാ അച്ഛന്റെ കാര്യത്തിൽ തലയിടാനായിട്ട്? നീയൊക്കെ ആരാടാ അച്ഛന്റെ കാര്യത്തിൽ തലയിടാനായിട്ട്? നിന്റെ ഉസ്താദ് പ്രസവിച്ചിട്ടതാണോ അച്ഛനെ? അതോ നിന്റെ മുക്കറി പോയി സ്നാനം കൊടുത്ത് മുക്കി വെച്ചതാണോ അച്ഛനെ? അച്ഛന് സ്വാതന്ത്ര്യം ഇല്ലേ? അച്ഛൻ എന്ത് തീരുമാനിക്കണോന്ന് പറഞ്ഞിട്ടെ? അച്ഛൻ ഏത് രാഷ്ട്രീയത്തിൽ പോകണമെന്ന് അച്ഛന് തീരുമാനിക്കാനായിട്ട് അച്ഛന് സ്വാതന്ത്ര്യമില്ല. നീ ആരാടാ ചോദിക്കാൻ? നീയൊക്കെ കേരളത്തില് അറിയാണ്ട് ചോദിക്കുക. അച്ഛൻ ഹിന്ദുക്കളുടെ അടുത്തേക്ക് പോയാൽ പ്രശ്നം, BJP-യിൽ ചേർന്ന പ്രശ്നം, ക്രിസ്ത്യാനികൾ BJP-യിൽ ചേർന്ന പ്രശ്നം ഉടനെ വരും. ക്രിസ്സംഖികള് നീയൊക്കെ ആരാടാ ക്രിസ്ത്യാനി അടുത്ത് നിന്ന് ചോദിക്കാൻ? നിന്റെ മതത്തിൽപ്പെട്ട ഉസ്താദ് പോയാൽ നീ പോയി അവനടുത്ത് പറയണം. നിന്റെ മതത്തിൽപ്പെട്ട അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ പോയാൽ നീ അവളുമാരോട് പോയി പറയണം. അതൊക്കെയാണ് വേണ്ടത്. അതാണ് മതേതര രാജ്യത്തിൽ സംഭവിക്കേണ്ടത്. അല്ലാതെ നീ കണ്ടവരുടെ വിശ്വാസത്തിൽ കയറി നീയൊക്കെ ചൊറിയാൻ പോകരുത്. കണ്ടവരെ തെറി വിളിക്കാനും പോകരുത്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവർ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താ, മതേതര രാജ്യത്താ അവർ ജീവിക്കുന്നത്. മനസ്സിലായോ? ഞാൻ എപ്പോഴാ നാട്ടിൽ വന്നത് എന്റെ സൗകര്യം ഞാൻ പറഞ്ഞോളാം.
മതേതര രാജ്യത്താണ് ജീവിക്കുന്നത് അവരൊക്കെ. മതേതര രാജ്യം ജീവിച്ചുകൊണ്ട് മതേതരമായിട്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം. നിങ്ങൾ ആരും കയറി ചരട് വലിക്കാൻ പോകണ്ട. ഒരു ക്രിസ്ത്യാനിയെയും ഒരു ഹിന്ദുവിനെയും കയറി. പറഞ്ഞ മനസ്സിലായോ? അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കാൻ പഠിക്കണം. ഇനിയെങ്കിലും കേരളത്തില് പഴയതുപോലെയാണ് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും നിന്റെയൊക്കെ ചരടിനനുസരിച്ച് ഈ ചായ് ടായ് തായ് പായ് റായ് റ വരപ്പിക്കാമെന്ന് വല്ല നോക്കിയാൽ ഇനി നടക്കത്തില്ല. ഉശിരുള്ള പുരുഷന്മാരും ഉശിരുള്ള സ്ത്രീകളും എഴുന്നേറ്റ് വരും. പറഞ്ഞ പിടിയേട്ടിയാ. അല്ലാതെ നീയൊക്കെ അച്ഛൻ തീരുമാനം, അച്ഛന് രാഷ്ട്രീയം പറയാൻ പാടില്ല. ഇവർ പറയുന്ന രാഷ്ട്രീയമേ അച്ഛന് പറയാൻ പാടുള്ളൂ. ഇവർ ഇസ്ലാം മതത്തിന് വേണ്ടി പോരാടുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസും മുസ്ലിം ലീഗും ദോസ്ത്. അവൻ ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ട് രൂപീകരണത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളവനാ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അവനുമായിട്ട് ഞങ്ങൾ ഒട്ടി നിൽക്കും, ചേർന്ന് നിൽക്കും ഞങ്ങൾ കോൺഗ്രസ്സുകാര്. എന്നിട്ട് മതേതര ക്രിസ്ത്യാനി ഹിന്ദു എല്ലാം പോയിട്ട് വോട്ട് കൊടുക്കുന്ന എങ്ങോട്ടെന്നറിയാവോ? ഇസ്ലാം മതത്തിന് വേണ്ടി നിൽക്കുന്നവന് കൊണ്ടുപോയാ വോട്ടിട്ട് കൊടുക്കുന്നത്. നോക്കിക്കൊണ്ടേ, എന്ത് നല്ല കേരളം. ഇതൊക്കെ തുറന്ന് സംസാരിക്കാതിരുന്നിരുന്നെങ്കിൽ എന്തുവായിരുന്നു അവസാനം എന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ തുറന്ന് സംസാരിക്കാൻ ആരും എണ്ണീറ്റില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നതിനെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ കേരളത്തില്. ഇതൊക്കെ തുറന്ന് സംസാരിക്കാൻ എന്നെ പോലുള്ളവരൊക്കെ എഴുന്നേറ്റത് കൊണ്ടാണ്. ഞാനും പലരും ഇതുപോലെ എന്നെ പോലുള്ള പലരും എഴുന്നേറ്റത് കൊണ്ടാണ് ഇന്ന് അല്പമെങ്കിലും മനുഷ്യർക്ക് വിവരവും ബോധവും വെച്ചത് കേരളത്തില്. ഇല്ലെങ്കിൽ നിങ്ങളെ ഇവന്മാർ ഇട്ടാ വരപ്പിച്ച് നിങ്ങളെ ചരടിൽ പട്ടം കെട്ടി അവന്മാര് പറയും, നീ ഏത് മതത്തിൽ ചേരണം, നീ എവിടെ പോകണം, നീ ആരുടെ പാർട്ടിയിൽ കയറണം, നീ എന്ത് ചെയ്യണം, നീ എന്ത് കഴിക്കണം, നീ എന്ത് ഉടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടിമയാക്കും. അതുകൊണ്ട് അടിമയാക്കുന്നവൻ അടിമയായി കൊണ്ടുപോകും, വാളിനിരയാക്കുന്നവൻ വാളിനിരയാക്കപ്പെടുമെന്ന് പറയുന്നത് മനസ്സിലായോ? അടിമയാക്കി ഭരിക്കാനങ്ങ് ഭയങ്കര തത്രപ്പാട്. ഇപ്പോഴേ അങ്ങ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക ജിഹാദിന്. അതും ഖാലിദ് മഷാൽ പറയും നിനക്ക്. അവൻ അറിയത്തില്ലല്ലോ കേരളത്തിൽ ഇന്ത്യക്കകത്താണ് നമ്മൾ ഈ ആഹ്വാനം കൊടുക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് സൗദിയാണെന്ന് വിചാരിച്ചിട്ടാ ഖാലിദ് മഷാൽ പറഞ്ഞത്. ഇന്ത്യ എന്ന് പറയുന്നത് അവന്റെ വിചാരം എന്തുവാ, പലസ്തീനാണെന്നോ സൗദിയാണെന്നോ ഖത്തറാണെന്നോ വിചാരിച്ചിട്ടാ ഖാലിദ് മഷാൽ ഇവിടെ വന്ന് നിന്നെയൊക്കെ തള്ളി തന്നിട്ട് പോയത്. ആ ഖാലിദ് മഷാൽ പറഞ്ഞ തള്ളം കേട്ടിട്ട് നീയൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് ഉപയോഗിച്ചിട്ടോട്ട് ഹിന്ദുക്കളുടെ വിശ്വാസത്തിനകത്ത് കയറി ചൊറിയുകയും ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ കയറി ചൊറിയുകയും ഹിന്ദുവിന്റെ വിശ്വാസം പറയുമ്പോഴത്തേക്കും അവിടെ കയറി വന്നിട്ട് ഞാൻ പറയുന്ന വിശ്വാസമേ നീ പറയാൻ പാടുള്ളൂ, നീ നിന്റെ വിശ്വാസം പറയാൻ ഞാൻ നിന്നെ തെറി വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കർണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ ഉണ്ട്. മനസ്സിലായോ? ഒരു പ്രാവശ്യം നിന്റെ കർണം അടിച്ചു പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും തീരും. അതോടുകൂടിയല്ല അവന്റെ വിശ്വാസം നോക്കണം. നിന്റെ ഉസ്താദ് വല്ലതും മാറ്റി പറഞ്ഞോ? നീ പോയി പച്ചയ്ക്ക് അവനെ തെറി വിളിക്കുകയോ നിന്റെ ഉസ്താദിനോട് പോയി പറ, ഉസ്താദേ സംഖ്യയാകാതെ ഉസ്താദേ എന്നൊക്കെ നിനക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നിന്റെ ഉസ്താദാണത്, നിന്റെ മതത്തിൽപ്പെട്ടവനാണ്, നിന്റെ വിശ്വാസത്തിൽപ്പെട്ടവനാണ്. അവൻ വ്യതിചലിച്ചു പോയാൽ അവനെ തിരുത്തി കൊണ്ടുപോവാ നീ. അല്ലാതെ മറ്റ് വിശ്വാസികൾ ഹിന്ദുവിന്റെ വിശ്വാസം പറയും, ക്രിസ്ത്യാനിയുടെ വിശ്വാസം പറയും. അത് പറയരുതെന്ന് വിലക്കാനോ അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കാനോ നീ രംഗത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ തെറി വിളിക്കാൻ 10 പേര് കൂടി വരും. ലാസ്റ്റ് ബുദ്ധിയും ബോധമുള്ളവരൊക്കെ എഴുന്നേറ്റങ്ങ് വരും. അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം. സുബി റസാക്ക്, നിന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന ഉമ്മയോട് പറയടാ മുറിക്ക് മരത്തിൽ മേൽ കയറാനായിട്ട്. നിന്റെ അമ്മയ്ക്കല്ലേ കാമഭ്രാന്തി പിടിച്ചു കിടക്കുന്നത്. അതുകൊണ്ടല്ലേ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടക്കുന്നവനെയും കോൺഗ്രസ് പാർട്ടി കിടക്കുന്നവനെയും മുലകുടി സഹോദരന്മാരായിട്ട് ദിവസവും വീട്ടിൽ കയറ്റി നിറക്കിക്കൊണ്ടിരിക്കുന്നേ. നിന്റെ അമ്മയോടല്ലേ പറയേണ്ടത് പോയിട്ട്? നിന്റെ അമ്മയോട് പോയിട്ട് പറ, ആ മുറുക്ക് മരത്തിലൊന്ന് കയറി തീരുമ്പോഴത്തേക്കും അമ്മയുടെ ഇത് തീർന്നോളും, കാമഭ്രാന്ത് തീർന്നോളും അമ്മയ്ക്ക്. അപ്പോഴേക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നിന്റെ വീടിന് സമാധാനം കിട്ടും. കോൺഗ്രസ് പാർട്ടി കിടക്കുന്നവന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടക്കുന്നവന്മാരും എന്ത് ചെയ്യത്തില്ല, ദിവസം കയറി ഇറങ്ങി ഞരങ്ങത്തില്ല. മുലകുടി സഹോദരന്മാരെന്ന പേരിൽ നിന്റെ വീട്ടിൽ കയറി ഞരങ്ങത്തില്ല. വന്ന് ഹലാൽ ഫ്ലാറ്റ്, ഹലാൽ ഹോട്ടല്, ഹലാൽ പപ്പടം, ഹലാൽ ചിപ്സ്, ഭയങ്കര മതേതരത്വം. എന്നിട്ട് തുപ്പിക്കൊടുക്കുന്ന ചിപ്സ് നാട്ടുകാർ കഴിക്കണം. ഇവന്റെയൊക്കെ മൂത്രം ഒഴിച്ചു കൊടുക്കുന്ന ഫുഡ് നാട്ടുകാർ കഴിക്കണം. വൃത്തികെട്ട വർഗങ്ങള്.
മറ്റു മനുഷ്യരായിട്ട് കാണേണ്ടതിന് പകരം ഹലാലിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ ഏതെല്ലാം വിധത്തിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും യഹൂദനെയൊക്കെ ദ്രോഹിക്കാമോ ആ തരത്തിലെല്ലാം ദ്രോഹിക്കാൻ വേണ്ടി ജന്മം കൊണ്ട ജന്മങ്ങള്. എന്നിട്ട് മതേതരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവർക്കാർക്കും അവരവരുടെ വിശ്വാസം പറയാൻ പാടില്ല, അവർക്കാർക്കും അവരുടെ രീതി ജീവിക്കാൻ പാടില്ല. ഇവന്മാര് തീരുമാനിക്കും മറ്റുള്ളവരെങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണം, എങ്ങനെ വരണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഉടുക്കണം, എങ്ങനെ കഴിക്കണം. അപ്പൊ കുറേശ്ശെ നിനക്കൊക്കെ ഈ സ്വാതന്ത്ര്യം തന്ന് ഇസ്ലാമിക ഹാലിഫേറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാരാണ് നിന്നെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചത്. നാട്ടുകാരുടെ മേലിലൊക്കെ കുതിര കയറാൻ വേണ്ടിയിട്ട്, ക്രിസ്ത്യാനിയുടെ മേലിലും ഹിന്ദുവിന്റെ മേലിലൊക്കെ കുതിര കയറാൻ നിന്നെയൊക്കെ ആക്കി വെച്ചത് ഇവന്മാരാണ്. ഇവന്മാരുടെ ധൈര്യത്തിൽ കയറി കുതിര കയറാൻ നിന്ന് കഴിഞ്ഞാലേ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെന്നുള്ളത് വല്ലപ്പോ കൂടിയൊക്കെ നീയൊക്കെ ഓർക്കണം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് സവാദിനെ പൊക്കിക്കൊണ്ടുപോയതുപോലെയും പോപ്പുലർ ഫ്രണ്ടിലുള്ള ഓരോരുത്തന്മാരെയും പൊക്കിക്കൊണ്ടുപോയതുപോലെയൊക്കെ നിന്നെയൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും. പിന്നെ എവിടെ പോയി കിടക്കൂന്ന് പിന്നെ തന്നെ അറിയത്തില്ല. തീഹാറിലാണോ കിടക്കുന്നത്, വേറെ ഏതെങ്കിലും ഹാളിലാണോ പോയി കിടക്കുന്നതെന്ന് അറിയത്തില്ല. മനുഷ്യനായിട്ട് ജീവിക്കാൻ വിടണം ഇന്ത്യക്കകത്ത് നീയൊക്കെ. അതാ ഹിന്ദു ക്രിസ്ത്യൻ മതേതരം കൊണ്ട് നടക്കുന്ന നായ്ക്കള് പോയിട്ട് ഇവന്മാർ തുപ്പിക്കൊടുക്കുന്ന ബുഡ പോയി കഴിക്കുന്നത്. എന്ത് വൃത്തികേടാണ് ഇവന്മാർക്ക് ചെയ്യുന്നത്. ഓ മനസ്സറിഞ്ഞ് നമുക്ക് ഇവന്മാരുടെ ഹോട്ടലിൽ കയറാൻ പറ്റുമോ? പറ്റില്ല പ്രിയ സഹോദരങ്ങൾ. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു വരുന്ന ഇവന്മാരുടെ മുഖത്തെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവന്മാരുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആ തീവ്രവാദം പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇത് സ്വഭാവത്തിൽ ഒരുവന് ജന്മന അവന്റെ ദേഷ്യത്തിലുണ്ടായതോ അല്ലെങ്കിൽ അവന് കൂടെ ജീവിച്ചവരെ കണ്ടുണ്ടായതോ ഒന്നുമില്ല. പിന്നെയോ ഇവന്റെ തള്ളാകൂ എന്ന് പറയുന്ന ഈ കാമഭ്രാന്തൻ എഴുതി കൊടുത്ത അവന്റെ പുസ്തകം അവനെ ജീവിതകാലം മുഴുവനും ജീവിക്കുവാൻ വഴികാട്ടിയാക്കി വെച്ചിരിക്കുന്ന പുസ്തകത്തിനകത്തുള്ളത് കൊണ്ടാ പ്രശ്നം. അല്ലാതെ അവൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിന്റെ പ്രശ്നമല്ല അത്. ജനിച്ചു വളർന്ന സാഹചര്യമാണെങ്കിൽ മാറ്റിയെടുക്കാം. സഹോദര സ്നേഹത്തിൽ പറഞ്ഞു കൊടുത്താൽ അവൻ മാറി വരും. പക്ഷെ ഇവന്മാരങ്ങനെയല്ല. തുടുത്ത മാറണം തിരക്ക് 72 ഊറികളെയും പ്രാപിക്കാൻ വേണ്ടിയിട്ട് തള്ളാകൂ എന്ന് പറയുന്ന കാമഭ്രാന്തൻ എഴുതി കൊടുത്ത പുസ്തകത്തിനനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ് രാപ്പകൽ മദ്രസ പൊട്ടന്മാരെ പോലെ ഇരുന്ന് പഠിച്ച് കിടക്കുമ്പോഴത്തേക്കും ആ മണ്ടയ്ക്കകത്ത് മുഴുവനും പറഞ്ഞു വെച്ചിരിക്കുന്ന എന്തുവാണ്? ബാക്കിയുള്ളവരെല്ലാം കാഫറുകളാണ്. നൌഷാദ് മുഹമ്മദ്, മണിപ്പൂരിൽ സാഹോദര്യം സ്വാതന്ത്ര്യം ഇന്നൊരു ചോദ്യചിഹ്നം ആണോ? എന്നോട്ടാ മണിപ്പൂരിനോട് നിനക്കൊരു സ്നേഹം തുടങ്ങിയത്? ഇല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുവാ. മണിപ്പൂരിലെ നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളെ വേട്ടയാടിയത്. നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളുടെ പള്ളി തീ വെച്ചത്. നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനി പെൺകുട്ടികളെ എല്ലാം ബലാത്സംഗം ചെയ്ത് ഓട്ടിച്ചിട്ട് നമ്മന്റെ മതക്കാരാ ക്രിസ്ത്യാനികളെ തലവെട്ടിക്കൊന്നത്. മനസ്സിലായോ? കേരളത്തിന്റെ നമ്മന്റെ മതക്കാരോടുള്ള പ്രത്യേക സ്നേഹവും പ്രീണനവുമാണ് കേരളത്തിൽ ഇതൊന്നും പുറത്തു വരാത്തത്. ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യർക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം, ഈ നമ്മന്റെ മതക്കാരുടെ സ്വഭാവം. മനസ്സിലായോ? മണിപ്പൂരിലെ സ്നേഹവും സാഹോദര്യവും ഒക്കെ എല്ലാവരും കണ്ടോണ്ടിരിക്കുക. മനസ്സിലായോ? മണിപ്പൂരിന്റെ സ്നേഹവും സാഹോദര്യവും നിങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ ആരും പറഞ്ഞു തരണ്ട. മണിപ്പൂരിന്റെ സ്നേഹവും സാഹോദര്യം. ഇപ്പൊ മണിപ്പൂരിനെ പൊക്കിക്കൊണ്ടുവരിക. നീ ആരാടാ മണിപ്പൂരിന്റെ കാര്യം ചോദിക്കാനായിട്ട്? നീ ആരാ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ? നിന്നെ ആരവിടെ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നോ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്? നീ ആരാടാ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്? നിന്നെയാണോ അംബാസഡർ ആയിട്ട് വെച്ചിരിക്കുന്നത് മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? ആണോ ഇല്ലേ നിനക്ക്? നിന്നെയൊക്കെ വിളിച്ചോ ഇങ്ങോട്ട് ഞങ്ങളുടെ ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ തലയിടാൻ വേണ്ടിയിട്ട്? നീ പ്രത്യേകിച്ച് സ്നേഹമൊന്നും നീയൊന്നും ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ തലയിട്ട് കാണിക്കണ്ട. നിന്നെയൊക്കെ നിലക്കി നിർത്തേണ്ടടുത്ത് നിലക്കി നിർത്താൻ ആണുങ്ങളില്ലാണ്ട് പോയത് കൊണ്ടാണ് നീയൊക്കെ തലയ്ക്ക് കയറി നിരങ്ങി സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ടാണെങ്കിലും എല്ലായിട്ടും മണിപ്പൂരിന്റെ സ്നേഹം പറഞ്ഞങ്ങ് പോസ്റ്റ് ഇട്ടുകൊണ്ട് മതേതര ക്രിസ്ത്യാനിക്ക് അങ്ങ് പൊങ്ങി വരും. ഉടനെ ഇമ്മാരുടെ കമന്റിന്റെ താഴെ പോയിട്ട് അതങ്ങനെയാ നടത്തിയത്, അടിയും കൊലയാണ് കുലയാണെന്നൊക്കെ പറഞ്ഞ് അവന്മാർ പ്രോത്സാഹിപ്പിക്കും. അവനോട് പോയി ചോദിച്ചാൽ നീ ആരാടാ മണിപ്പൂരിലെ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുക? എന്നെയാണോ മണിപ്പൂരിലെ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് അംബാസഡർ ആയിട്ട് വെച്ചിരിക്കുന്നേ? എന്നെ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, അതോട് തീർന്നോളൂ. മനസ്സിലായോ? നീ പോയിട്ട് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കാര്യത്തിനകത്ത് ഒരു തീരുമാനം വരുത്താനുള്ള വഴി നോക്ക്. കാശ്മീരില് എന്നങ്ങ് പറഞ്ഞു വിട്ടാൽ തീരും അതോടുകൂടി പ്രശ്നം. മനസ്സിലായോ? അസർബൈജാനില് ഉള്ള ക്രിസ്ത്യാനികൾ 1,20,000 വരെ 3 മാസങ്ങൾക്ക് മുമ്പ് അടിച്ചു പുറത്താക്കിയിട്ട് 12,000 പേരെ കൊന്നപ്പോഴത്തേക്കൊന്നും അയ്യോ അസർബൈജാനിലുള്ള ക്രിസ്ത്യാനികളോട് പ്രത്യേക സ്നേഹമൊന്നും വന്നില്ല. മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോടാ സ്നേഹം നമ്മന്റെ മതക്കാർക്ക് ഇപ്പൊ പ്രത്യേകിച്ച്.
കോയയ്ക്ക് കരഞ്ഞു മെഴുകാൻ ഇപ്പൊ മണിപ്പൂർ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇന്ത്യക്കകത്ത് പറയാനായിട്ട്. മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നം ഇന്നും ഇന്നലെയുമുള്ള പ്രശ്നമല്ല. കോൺഗ്രസ് പാർട്ടി വലിച്ച കാലം തൊട്ടേ മണിപ്പൂരിൽ കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കും അവിടെ. അല്ലാതെ ഇന്നും ഇന്നലെയും ഉണ്ടായതൊന്നുമല്ല. ആ കൂട്ടക്കൊലയ്ക്ക് കാരണം തന്നെ എന്തുവാ? ഈ നമ്മന്റെ മതക്കാർ അതിനകത്ത് നുഴഞ്ഞു കയറി ബർമയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നല്ല ഉമാർ അഭയാർത്ഥികളായിട്ട് കയറി വന്ന് കാണിച്ചു കൂടുന്ന തെമ്മാടിത്തരവാ. അന്ന് തുടങ്ങിയത് ആ മണിപ്പൂരിന്റെ കാലം, കലികാലം തുടങ്ങിയത് നമ്മന്റെ മതക്കാർ നുഴഞ്ഞു കയറിയതോടുകൂടി അവിടുത്തെ സമാധാനം പോയി. മണിപ്പൂരിനോടൊരു പ്രത്യേക സ്നേഹം. ഈ മണിപ്പൂർ സ്നേഹം വെച്ചപ്പോഴത്തേക്കും അസർബൈജാനിലും നൈജീരിയയിലും ഉള്ള ക്രിസ്ത്യാനികളോടൊന്നും സ്നേഹമില്ല. അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം ഇവന്മാർക്ക് കൊന്നു തിന്നാനുള്ള ചരക്കുകൾ. മണിപ്പൂർ ക്രിസ്ത്യാനികളോട് മാത്രം സ്നേഹം വരാനായിട്ട്. അസർബൈജാനിലെ ക്രിസ്ത്യാനികളെയും 1921 എന്തുവാ മലബാറിൽ കലാപം ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും കൂട്ടക്കുരുതി കൊടുത്ത് കൊന്നു കിണറ്റി തള്ളിയപ്പോഴത്തേക്കും ആ കഥ പൊക്കിക്കൊണ്ട് വരാത്ത എന്തുവാ നീയൊക്കെ? മലബാറിലെ ക്രിസ്ത്യാനികൾ, മലബാറിലെ ഹിന്ദുക്കൾ എന്ന് നീ എന്ത് നിലവിളിക്കാത്ത? ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് പോലും ഇല്ലാത്ത സ്നേഹമാണ് മേത്തന്മാർക്ക്. കാരണം ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിയും ബോധവും ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അറിയാം അവിടെ നടന്നത് എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും പിരികേറ്റി കൊടുക്കണ്ടേ? പണ്ട് വല്ല നമ്മന്റെ കാമഭ്രാന്തനില്ലേ മുഹമ്മദ് എന്ന് പറയുന്ന കാമഭ്രാന്തൻ, വൃത്തികെട്ടവൻ, അവൻ കാണിച്ച ചെറ്റത്തരവും ആ തെമ്മാടിത്തരവല്ലേ ഇവന്മാർ കാണിക്കത്തുള്ളൂ. ആ ബുദ്ധിയല്ലേ ഇവൻ കാണിക്കത്തുള്ളൂ ഇവനൊക്കെ. ആ മുഹമ്മദ് എന്ന് പറയുന്ന കാമഭ്രാന്തൻ അവൻ കാണിക്കുന്ന തെമ്മാടിത്തരവും ചെറ്റത്തരവും അല്ലേ ഇവന്മാരും കാണിക്കത്തുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇവന്മാരുടെ ഭാഗത്ത് നമ്മൾക്ക് കിട്ടില്ലല്ലോ ഇവന്മാരിൽ നിന്നും. ആ മുഹമ്മദ് കാമഭ്രാന്തൻ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ആ മുഹമ്മദ് കാമഭ്രാന്തൻ നോക്കിയപ്പോഴത്തേക്കും അവന്റെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ തൂറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ എഴുതി വെച്ചിരിക്കുന്നത്? അവന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അത് ക്രിസ്ത്യാനികളും യഹൂദന്മാരെയും നിങ്ങൾ ആത്മമിത്രമായി സ്വീകരിക്കരുത്, അവർ തമ്മിൽ ആത്മമിത്രങ്ങളാകുന്നു. ആഹാഹാ, കണ്ണുകടി. ക്രിസ്ത്യാനിയും യഹൂദനും ആത്മമിത്രമായിരിക്കുന്നത് കണ്ടപ്പോൾ കണ്ണുകടി. ആർക്ക്? മുഹമ്മദ് എന്ന് പറയുന്ന കാമഭ്രാന്തന് കണ്ണുകടി. അപ്പം അവൻ എന്ത് ചെയ്യുകയാണ്? ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവന്മാരെ പോയി ആത്മമിത്രമായി സ്വീകരിക്കരുത് കേട്ടോ, നിങ്ങൾ കൊന്നു തള്ളാനുള്ളവന്മാരാണ് അവന്മാർ തമ്മിൽ ഭയങ്കര ആത്മമിത്രമാകുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഈ ആത്മമിത്രത്തെ പതുക്കെ ഉടയ്ക്കണം. ഇടയിൽ കയറി നുഴഞ്ഞ് നുണ അങ്ങ് പ്രചരിപ്പിച്ചേക്കണം. നുണ അങ്ങ് പ്രചരിപ്പിക്കുമ്പോഴത്തേക്കും ഇവന്മാരുടെ ആത്മമിത്രം അങ്ങ് പൊളിയും. ഈ ആത്മമിത്രം പൊളിയുമ്പോഴത്തേക്കും ആ വാക്കിനെ നമുക്ക് രണ്ടുപേരെയും മാറി തിരിഞ്ഞ് വെട്ടിക്കൊല്ലാം. എങ്ങനെയുണ്ട് ഐഡിയ? ഈ കാമഭ്രാന്തൻ ഈ ഐഡിയയാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്? ഈ സഹാബിമാർക്കെല്ലാം പറഞ്ഞു കൊടുത്തത്. ഈ സഹാബിമാർ അതുകൊണ്ട് എന്ത് ചെയ്തു? നാട് നീളെ ക്രിസ്ത്യാനിയുടെ അടുത്ത് പോയി പറഞ്ഞു, അയ്യോ ക്രിസ്ത്യാനിയെ കേക്കണേ, നിങ്ങളുടെ യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞേന്ന് അറിയാമോ? അത് ജാരസന്ധരി എന്നാ യഹൂദന്മാര് പറയുന്നത്. അയ്യോ വേശിയാണ് മറിയ, പിഴച്ചു പറ്റതാണെന്നാണ് യഹൂദന്മാര് പറയുന്നത് കേട്ടോ എന്ന് നുണ അടിച്ചു വിട്ടു. ക്രിസ്ത്യാനിയോട് പോയിട്ട് നുണ അടിച്ചു വിട്ടു. എന്നുവെച്ചാൽ യേശുവിനെ കുറിച്ച് എന്തുവാ തൂറാനിൽ ഭയങ്കര ഭക്തിക്കല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? ഭയങ്കര ഭക്തിക്ക് എഴുതി വെച്ചത് അവനാ. ജാരസന്തതി എന്നും പിഴച്ചു പറ്റതെന്നുള്ള രീതിയിൽ എഴുതി വെച്ചത് ഈ വൃത്തികെട്ട കാമഭ്രാന്തൻ മുഹമ്മദ് കാമഭ്രാന്തനാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ പോയിട്ട് അവൻ എഴുതി വെച്ച സംഭവത്തെ കൊണ്ടുപോയിട്ട് ക്രിസ്ത്യാനിയോട് പോയി ഓതിക്കൊടുത്തു തമ്മിലടിപ്പിക്കാനായിട്ട്. ഇത് തന്നെ ഇപ്പോഴും നടക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ഒരു സ്നേഹത്തിലാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാർക്ക് എന്ത് ചെയ്യണം? ഇവർ തമ്മിലൊന്ന് പിരിപ്പിക്കണം, തമ്മിലടിപ്പിക്കണം. ഇവന്മാരുടെ വിചാരം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയും ഹിന്ദുക്കൾ എന്ന് പറയുന്നവരെല്ലാം സംഘപരിവാർ എന്നാ. ഹിന്ദുക്കളെല്ലാം സംഘപരിവാർ, ഹിന്ദുക്കളെല്ലാം കൊള്ളരുതാത്തവെന്ന ഇവന്റെയൊക്കെ വിചാരം. അതുകൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഒന്ന് തമ്മിലടിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് പ്രത്യേക സ്നേഹം കൊണ്ട് അങ്ങ് തള്ളുക മണിപ്പൂരിന്റെ പേരില്. ശ്രീജിൽ കെ മാണി അതിനായി ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ചിത്ര ഒന്ന് പറഞ്ഞതിന്റെ പേരില് ഇവന്മാര് കൂട്ടമായിട്ട് കിടന്ന് ആക്രമിക്കുന്നതിന് ഞാൻ കേരളത്തിൽ വരുമെന്ന് നീ കാണിച്ചു തന്നാ മതി. എനിക്ക് കേരളത്തിൽ എപ്പോ വരണമെന്നും നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ല ഞാൻ കേരളത്തിൽ വരേണ്ടത്. മനസ്സിലായോ? നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ല ഞാൻ കേരളത്തിൽ വരേണ്ടത്. അപ്പൊ ക്രിസ്ത്യാനിയെയും യഹൂദനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി നുണ മൂട്ടിക്കൊടുത്തു. അങ്ങനെ തമ്മിലടിപ്പിക്കാൻ നോക്കി. വാക്കിന് ആ തമ്മിലടിപ്പിച്ച് രണ്ടുപേരും ഭിന്നിപ്പിച്ചെറുത്തിയിട്ട് എന്ത് ചെയ്തു? തള്ളാഹുവിന്റെ മതവും കൊണ്ട് കയറി വന്നിട്ട് പട്ടക്ക 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 എന്ന് വാള് കൊണ്ട് കാരണം ഭിന്നിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ വാള് കൊണ്ട് വെട്ടിക്കൊല്ലാൻ എളുപ്പമാണല്ലോ രണ്ടു കൂട്ടരെയും. ഒത്തു നിന്നാലല്ലേ എന്തുവാ
കൊല്ലാനും വെട്ടാനും ഐക്യത്തെ തകർത്ത് കളഞ്ഞാൽ മാത്രമല്ലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ജിഹാദ് നടത്താൻ പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആത്മമിത്രങ്ങളാണെന്ന് നല്ല വൃത്തിയാണ് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവന്റെ തൂറാനെന്ന് പറയുന്ന പുസ്തകത്തിനകത്തും അവൻ എഴുതി വെച്ചത് അവർ ആത്മമിത്രമാണ്, അവരെ തമ്മിലടിപ്പിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, നുണ പറഞ്ഞു ഉണ്ടാക്കിക്കണം. അങ്ങനെ നുണ പറഞ്ഞു കൊടുത്ത് തമ്മിലടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, ഈ ക്രിസ്ത്യാനിയെ കൊണ്ട് യഹൂദനെ ശത്രുവാക്കി. അതുകൊണ്ട് ഇവനെ നുഴഞ്ഞു കയറി എന്ത് ചെയ്യാൻ പറ്റി, പിടിച്ചടക്കാൻ പറ്റി. യഹൂദനെ കൊന്നൊടുക്കിയപ്പം ക്രിസ്ത്യാനികളും മിണ്ടാതിരുന്നു. കാരണം അവർ ചിന്തിക്കുമോ, നമ്മുടെ ദൈവത്തെ പറഞ്ഞ് പരിഹസിച്ചോമല്ലേ, ചത്തുപോയ നമുക്കെന്താ എന്ന് പറഞ്ഞ് യഹൂദനെ കൊന്നപ്പോ ക്രിസ്ത്യാനി മിണ്ടാതിരുന്നു. മനസ്സിലായോ? അപ്പൊ ആദ്യം യഹൂദനെ തീർത്തു, പിന്നെ ക്രിസ്ത്യാനിയെയും തീർത്തു. സൂപ്പർ. ഇപ്പൊ നമ്മന്റെ മതവും നമ്മന്റെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ 116 അറബ് രാജ്യങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ ഇവന്മാര്. അതാണ് ഈ കേരളത്തിൽ നടത്താമെന്ന് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഇന്ത്യക്കകത്ത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയും നമുക്ക് എങ്ങനെ അടുപ്പിക്കാം എന്നാണ് ഇവന്മാരുടെ ലക്ഷ്യം. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയും അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യുക, ഇന്നലെ തമിഴ്നാട്ടില് കത്തോലിക്ക പള്ളിയില് അണ്ണാമലൈ കയറി പ്രാർത്ഥിക്കാൻ പോയി. BJP നേതാവാ അണ്ണാമലൈ പ്രാർത്ഥിക്കാൻ വേണ്ടി കത്തോലിക്ക പള്ളിയിൽ പോയി. ഒരു കത്തോലിക്ക പള്ളിയിലും ഒരച്ഛനും ഒരു കത്തോലിക്ക പള്ളിയും അല്ല, ഒരു ക്രിസ്ത്യൻ പള്ളികളിലും ഇന്നുവരെയും ഒരു ഹിന്ദുവിനെയോ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമിനെയോ വിലക്കിയിട്ടില്ല. ഇവിടെ പ്രാർത്ഥിക്കാൻ ആരും വരരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കയറി പ്രാർത്ഥിക്കാം. അതാണ് ക്രിസ്ത്യൻ പള്ളികളുടെ പ്രത്യേകത. അത് ക്രിസ്ത്യൻ പള്ളികളാകട്ടെ, പെന്തക്കോസ്ത് സഭകളാകട്ടെ, ഏതുമാകട്ടെ, ക്രിസ്ത്യാനിയുടെ ആരാധനാലയങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും ഒരു മതത്തിലും പെട്ടവർ വരാൻ പാടില്ല എന്നൊരു കൽപ്പനയെ അവിടെ ഇല്ല. എന്നിട്ടും സ്റ്റാലിന്റെ ആൾക്കാര് ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ മറവിൽ വന്ന് നിന്നിട്ട് ആരെ വിലക്കുകയാ, കലഹമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിലക്കുകയാണ്. ഇവിടെ കത്തോലിക്ക് നീ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൊന്നിട്ട് നിങ്ങൾ ഇവിടെ കയറി പ്രാർത്ഥിക്കാൻ വരണ്ടെന്ന് പോലും നോക്കിക്കോണം. രാഷ്ട്രീയം എവിടം വരെ കയറി നോക്കിക്കോണം ഇവന്മാര് നുഴഞ്ഞ്. കാരണം അവിടെയും മതപ്രീണനമാണ്, കേരളത്തിലും മതപ്രീണനമാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലും മതപ്രീണനം കൊടുത്ത് അങ്ങ് വളർത്തിക്കൊണ്ടിരിക്കുക ഇവന്മാരെ. അതുകൊണ്ടാണ് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴത്തേക്കും തിയേറ്ററുകൾ പോലും എന്ത് ചെയ്ത് കത്തിക്കുമെന്ന് പറഞ്ഞ് ഇവന്മാർ രംഗത്തിറങ്ങിയത്. എന്നിട്ട് അതേ തമിഴ്നാട്ടിലാണ് അന്നപൂർണി എന്ന് പറഞ്ഞ സിനിമ ഇറക്കിയത്. എങ്ങനെയുണ്ട്? തമിഴ്നാട്ടില് മുസ്ലിങ്ങൾ കുറവാ, ഹിന്ദുക്കളാണ് അവിടെ കൂടുതല് തമിഴ്നാട്ടില്. ആ തമിഴ്നാട്ടില് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ തമിഴ്നാട് കത്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെന്ത് ചെയ്തു, തിയേറ്ററുകളുടെ മുമ്പിൽ പോയി നിന്നു. അവിടെ കേരള സ്റ്റോറി ഇറക്കാൻ വിട്ടില്ല. എന്നിട്ട് അതേ തമിഴ്നാട്ടിനകത്ത് അന്നപൂർണി എന്ന് പറയുന്ന സിനിമ ഇറക്കിയിരിക്കുന്നു. അന്നപൂർണി സിനിമയ്ക്കകത്ത് നയൻതാര എന്ന് പറയുന്നവള്, ആ വൃത്തികെട്ടവള് ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അവളും കൂടി നിന്ന് പണം മേടിച്ചിട്ട് ചെയ്ത പരിപാടിയാ. അല്ലെങ്കിൽ അവൾക്ക് അറിയത്തില്ലേ ഈ കേരളം നാടെന്തുവാ ഇങ്ങനെ കത്തിക്കൊണ്ട് നടക്കുകയാണെന്നും ഇതൊരു വിഷയമാണെന്നും ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്നും അറിയത്തില്ലേ ഇവളുമാർ? കഥ വായിക്കുമ്പോ അറിയത്തില്ലേ? ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അവൾ ഷെഫായിരുന്നുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുക. ആ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, നയൻതാര എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒരു വികാരമാണ്. ആ വികാരത്തെ മുതലെടുത്തുകൊണ്ട് അവിടെ ഇൻജക്ട് ചെയ്യുകയാണ് ജിഹാദ്. എങ്ങനെ ജിഹാദ് ഇൻജക്ട് ചെയ്യുന്നു? നമാസ് ചെയ്തിട്ട് ഫുഡ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്കെന്ന്. തുപ്പിയും കൂടി ഇട്ടാൽ നല്ല കുറച്ചുകൂടി ടേസ്റ്റ് കണ്ടേനെ, അല്ലെങ്കിൽ തൂറി വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കണ്ടേനെ. തുപ്പിയും തൂറിയും വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കണ്ടേനെ. ആ സിനിമയ്ക്കകത്ത് പറഞ്ഞിരിക്കുകയാണ് നമാസ് ചെയ്തിട്ട്, അതായത് അപ്പിക്കുപ്പായത്തിൽ ഇരുന്നു കൊണ്ട് പോയിരുന്നിട്ട് തള്ളാഹുവിന്റെ അടുത്ത് പോയി തള്ളാഹു കുക്കമ്പറന്ന് നിസ്കരിച്ചിട്ട് ബിരിയാണി വെച്ചാൽ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക. ആരോടാ പറഞ്ഞു കൊടുക്കുന്നത്? ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ കയറിയും അവിടെ കയറിയും ഫുഡ് വെച്ചാൽ എങ്ങനെ ടേസ്റ്റ് കിട്ടുമെന്ന് ഓടി നടന്ന് തിരക്കിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളായി ഇന്നത്തെ കാലഘട്ടം. അവർക്ക് ഒരു പ്രചോദനം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണോ എന്നാ ഒരു കാര്യം ചെയ്ത് അത് അപ്പിക്കുപ്പായം കയറി ഇട്ടിട്ട് അതിനകത്ത് പോയിരുന്ന് തള്ളാഹുവിനോട് പോയി നിസ്കരിച്ചിട്ട് കുറച്ച് തുപ്പിയോ തൂറിയോ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് നടക്കുന്ന കഥകൾ എന്ന് പറയുന്നത്. അത് എവിടെ ഇറങ്ങി? തമിഴ്നാട്ടിൽ ഇറങ്ങി. എന്നിട്ട് തമിഴ്നാട് കത്തിയോ? തമിഴ്നാട്ടിലെ തെരുവിൽ ഇറങ്ങിയോ? തമിഴ്നാട്ടിലെ തിയേറ്റർ കത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞോ? എന്നിട്ട് പോരാത്തതിന് അവരുടെ ദൈവം എന്ന് പറയുന്ന അവർ വിശ്വസിക്കുന്ന രാമൻ എന്ന് പറയുന്ന അവരുടെ ദൈവം മാംസം കഴിച്ച് ഇറച്ചി കഴിച്ചതാണ്. ഇവന്മാര് മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നില്ലേ? അതുപോലെ അവരുടെ ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് അതിനകത്ത് സിനിമയ്ക്കകത്ത് കളിയാക്കിക്കൊണ്ട് അത് മുസ്ലിം യുവാവ്
മുസ്ലിം യുവാവ് പറയുന്നു ഹിന്ദു കുട്ടിയോട്, അവക്കറിയത്തില്ല, അഗ്രഹാരത്തിൽ ജനിച്ചു വളർന്ന ഹിന്ദു കുട്ടിക്ക് അറിയത്തില്ല രാമൻ ഇറച്ചി കഴിച്ചോ കഴിച്ചില്ലയോ ഒന്നും അവക്കറിയത്തില്ല. പക്ഷേ തൂറാൻ എന്ന് പറയുന്ന പുസ്തകം നേരാവണ്ണം അറിയാത്ത ഈ പൊട്ടൻ, മദ്രസ പൊട്ടൻ, അവൻ പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകം പറഞ്ഞു കൊടുക്കുക. സംസ്കൃത ശ്ലോകത്തിനകത്ത് ആമിഷം എന്ന് പറഞ്ഞിരിക്കുന്നത് മാംസം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാ. അതുകൊണ്ട് രാമന് കഴിക്കാം, രാമന്റെ ഭാര്യയ്ക്ക് കഴിക്കാം, പിന്നെ ഹിന്ദുക്കൾ പല ദൈവങ്ങൾക്കും കഴിക്കും. ഇതെ തിരക്കി അവന്റെ PhD അതായിരുന്നു സിനിമയ്ക്കകത്ത്. ഹിന്ദുക്കളിൽ ഏതൊക്കെ ദൈവങ്ങൾ പോയിരുന്ന് ഇറച്ചി കഴിച്ചു. മീകട അവരുടെ വിശ്വാസമല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, അവരുടെ രീതിയല്ലേ, അവരുടെ കൾച്ചറല്ലേ. അവർ നോൺ വെജ് കഴിച്ചാൽ നിനക്ക് വല്ലതും കുഴപ്പമുണ്ടോ? അത് കുറ്റമാക്കി പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അപ്പൊ എങ്ങനെയൊക്കെ ഇവന്മാര് കയറിച്ചെന്ന് ജിഹാദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊക്കെ. എന്നിട്ട് കേരളം കത്തിയോ? കേരളത്തിൽ ചർച്ച വല്ലതും നടന്നോ ഇതിനെക്കുറിച്ച്? അവക്കെതിരെ കേസെടുത്തപ്പോഴും ആ നയൻതാരക്കെതിരെ കേസെടുത്തു എന്നോ അല്ലെങ്കിൽ ആ സിനിമ OTT പ്ലാറ്റ്ഫോമിൽ നിന്നും എടുത്തു കളഞ്ഞു എന്നോ കേരളത്തിൽ വരെ ചർച്ചയായോ? അതോ ഹിന്ദുക്കൾ കൂട്ടമായിട്ട് അപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ ജീവിക്കാൻ പറ്റും സമാധാനത്തോടെ? അതിന് തെളിവായത് മതേതരം എന്ന് അവരിത് കണ്ടു. സിനിമയ്ക്കകത്ത് ഇതിപ്പോ പറഞ്ഞ് അവരങ്ങനെ നിസ്സാരമാക്കി വിട്ടു. പക്ഷെ നമ്മന്റെ മതക്കാരത് ചെയ്യില്ല. നമ്മന്റെ മതക്കാരെ ഒരു പെണ്ണ് ഇസ്ലാം ജിഹാദും ഇട്ടുകൊണ്ട് കപ്പിക്കുപ്പായും ഇട്ടുകൊണ്ട് വല്ല മുസ്ലിം കത്തോലിക്ക പള്ളിയിലും പോയിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കയറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമ ഒന്ന് ഇറക്കി നോക്ക്. അപ്പൊ അറിയും കേരളത്തെ അവന്മാരെന്ത് ചെയ്യും? കത്തിക്കും. ഇന്ത്യയെ ഒട്ടാകെ കത്തിക്കും. അപ്പൊ ഇവന്മാർ എത്രത്തോളം നിങ്ങൾ വളരാൻ വിടുന്നു പ്രിയ സഹോദരങ്ങൾ. നിങ്ങൾ ഇതിന്റെ പൊരുൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അപകടം തിരിച്ചറിയുന്നില്ല, നിങ്ങൾ ഇതിന്റെ ഭയാനകത മനസ്സിലാക്കുന്നില്ല. ഇവന്മാർ എത്രത്തോളം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഈ മതത്തിന്റെ പേരിൽ നടക്കുന്ന തീവ്രവാദം എത്രത്തോളം നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ ആരുടെയും വിശ്വാസത്തിൽ കയറി കൈകടത്തുവാനായിട്ട് എന്ത് ചെയ്യരുത്? ഒരുത്തനെയും അനുവദിക്കരുത്. ഒരുത്തനെയും അനുവദിക്കാൻ ക്രിസ്ത്യാനിയുടെ ഏതെങ്കിലും അച്ഛനെയാണ് ഇവന്മാര് ടാർഗറ്റ് ചെയ്ത് വന്നെങ്കിൽ അപ്പൊ തന്നെ അവനെ എന്ത് ചെയ്യണം? മാട്ടി പുറത്താക്കണം. നീ നിന്റെ പാട് നോക്കി പോടാ. നീ പോയി നിന്റെ ഉസ്താദിന്റെ കാര്യം തിരക്കിയാൽ മതി. ഇവിടുത്തെ അച്ഛന്റെ കാര്യം നീ തിരക്കാൻ നീ ആരുമല്ല. നിന്നെ ഇവിടെ ആക്കി വെച്ചിട്ടൊന്നുമില്ല അച്ഛന്റെ കീഴില്. നീയാണോ അച്ഛനെ പ്രസവിച്ചിട്ട്? നിന്റെ അന്തയാണോ അച്ഛനെ ഉണ്ടാക്കിയിട്ടേന്നൊന്ന് ചോദിച്ചാൽ മതി. അതോടുകൂടി അവൻ പോയിക്കോളും. വല്ല ഹിന്ദുക്കളുടെയും കാര്യങ്ങളിൽ ഇടപെടാൻ കയറി വരുന്നെങ്കിൽ അവനോട് പറഞ്ഞാൽ നീ നിന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് പോയാൽ മതി. അല്ലെങ്കിൽ നിന്റെ മദ്രസയിലെ പൊട്ടനോട് പോയി പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നിന്റെ ഉസ്താദിനോട് പോയി പറഞ്ഞാൽ മതി. ഇവിടെ നീ ഹിന്ദുക്കളുടെ കാര്യത്തിനൊന്നും നീ തലയിടേണ്ട കാര്യം, നീ ആരാടാ ഹിന്ദുക്കളുടെ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി. പോയിക്കൊള്ളും അവന്മാര്. അല്ലാതെ വേട്ടയാടാൻ വേണ്ടി ഇവന്മാര് വരുതിക്ക് നിർത്തണം. സോഷ്യൽ മീഡിയ അതിനായി അങ്ങ് ഉപയോഗിക്കുക ജിഹാദിന് വേണ്ടിയിട്ട്. നമ്മുടെ ഹാലിത്ത് മഷാൽ പറഞ്ഞു കൊടുത്തില്ലേ, ഹിന്ദുത്വയെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയണം നിങ്ങള്. ഹിന്ദുത്വയെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയണം നിങ്ങള് എന്ന് പറഞ്ഞില്ലേ? ആര്? ഹാലിത്ത് മഷാല്. അപ്പൊ അതും കേട്ടിട്ട് അങ്ങ് ചാവേർ പടങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുക തള്ളാഹുവിന് വേണ്ടിയിട്ട്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാം ഇന്ത്യക്കകത്ത് അങ്ങ് തീർത്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട്. എന്നാ നീ അത് പുളിക്കും. ഇന്ത്യക്കകത്ത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തീർക്കാവെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ശക്തി കൂടുന്നെന്ന് നിനക്കൊക്കെ തോന്നുമ്പോഴാണ് നീയൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അവനവന്റെ മതവും വെച്ചുകൊണ്ട് അവനവന്റെ വിശ്വാസവും വെച്ച് അടങ്ങി ഒതുങ്ങി അവനവന്റെ പള്ളിയിൽ പോയോ അവനവന്റെ മോസ്കിൽ പോയോ അവനവന്റെ വീടുകളിൽ പോയോ നിന്റെയൊക്കെ വിശ്വാസം പറഞ്ഞ് നടക്കണം. അല്ലാതെ തെരുവിലിറങ്ങിയൊക്കെ വിശ്വാസം പറഞ്ഞ് മറ്റുള്ളവരുടെയൊക്കെ വിശ്വാസങ്ങളിൽ കയറി ഞോണ്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. അതിൽ എനിക്ക് കേരളത്തിലുള്ളവരോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ നാട്ടിൽ നടക്കുന്നതും ഇന്ത്യക്കകത്ത് നടക്കുന്നതൊക്കെ വ്യക്തമായിട്ട് ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓരോ കാര്യങ്ങളിൽ നാട്ടിലും വീട്ടിലും നടക്കുന്ന കാര്യം മാത്രമല്ല, ലോകത്തിൽ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ സമയം മുഴുവനും ഞാൻ ചെലവാക്കുന്നത് മുഴുവനും ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന അജണ്ടകളും ഈ ലോകത്തിൽ ഇവന്മാർ ഇസ്ലാമിക ഖാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളും എങ്ങനെയാണ് ഇവന്മാരുടെ ഈ സാത്താന്റെ മതം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ഈ സാത്താനിക അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവന്മാർ ഇന്ത്യയും മറ്റു രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ലോകപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ 24 മണിക്കൂറും 24 മണിക്കൂറും റീൽസിനകത്തും ഷോർട്സിനകത്തും
ഇവന്മാരുടെ കുടുംബ കുറെ വ്ളോഗർ ഇറങ്ങിയിട്ടുണ്ട്, കുടുംബ വ്ളോഗുമാര് കുറെ ഡാൻസും പാട്ടും കൂത്തുമായിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതും നമ്മന്റെ മതക്കാർ തന്നെയാണ്. അതും രസം. ഇവന്മാരുടെ അജണ്ടകളൊന്നും പുറത്ത് ലോകത്തിലുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മന്റെ മതക്കാർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുറെ കുടുംബ വ്ളോഗറുമായിട്ടും അല്ലാത്ത വ്ളോഗുമായിട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നവരിട്ട് കൊണ്ടുപോയി മതിമറന്നതിനകത്ത് കൊണ്ടുപോയി കുമ്പിട്ട് കിടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കിടന്ന് നീയൊക്കെ മന്ദബുദ്ധികളായിട്ട് പോകും. അപ്പോഴത്തേക്കും മറുവഴിക്ക് ഇവന്മാരുടെ അജണ്ടയും ചെയ്തിട്ട് പോകും. അപ്പൊ പിന്നെ കൈയിട്ടടിച്ചിട്ടും കാലിട്ടടിച്ചിട്ടും ഒന്നും കാര്യമില്ല. ശ്രീജിൽ കെ മാണി, തീർച്ചയായിട്ടും ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ മനുഷ്യർ സുരക്ഷിതമായി ജീവിച്ചത്. ഇല്ലെങ്കിൽ ജീവിക്കത്തില്ല. ഞാനതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ അന്നപൂർണി എന്ന് പറയുന്ന സിനിമ. അത് തമിഴ്നാട്ടിൽ വന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. അവിടെ വന്നു, അത് പോയി, ആരും അറിഞ്ഞില്ല. നോർത്ത് ഇന്ത്യയിലും അത് സിനിമയാക്കപ്പെട്ടു, പല സ്ഥലങ്ങളിലും സിനിമയായി. അത് ആരും അതിനെക്കുറിച്ച് ആരും ചിന്തിച്ചുമില്ല, സംസാരിച്ചുമില്ല, വിഷയമാക്കിയതുമില്ല. പിന്നെയാണ് എന്ത് ചെയ്തത്? ശിവസേനയുടെ ഒരു നേതാവാണ് ഇതിനെതിരെ കേസ് കൊടുത്തത്. ആ ഒരു നേതാവ് രംഗത്ത് വന്നപ്പോഴാണത് അറിഞ്ഞത് പോലും. അപ്പൊ ഹിന്ദുക്കൾ എത്രമാത്രം മതേതര മനസ്സോടുകൂടി കാണുന്നുണ്ട്. ഇവന്മാർ ജിഹാദ്, ഈ ലവ് ജിഹാദിന് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടും അവന്മാരുടെ എന്താ പറയുന്ന ഒരു ഹിന്ദുവിനെ അപമാനിച്ചെങ്കിലും പറയാം അങ്ങനെയാണെന്ന് പറയും. ഒരു മുസ്ലിം ആയിരുന്നു കൊണ്ട് അവരുടെ ഹിന്ദു ദൈവത്തെ അപമാനിച്ചും പരിഹസിച്ചും കൊണ്ട് അവൻ എന്ത് ചെയ്തു? സിനിമ ഇറക്കി വിട്ടിട്ട് പോലും ഏതെങ്കിലും ഹിന്ദുക്കൾ പ്രതികരിച്ചോ? എവരെങ്കിലും തെരുവിലിറങ്ങിയോ? എവരെങ്കിലും കൊട പിടിച്ചോ? അപ്പൊ നിങ്ങൾ എത്രത്തോളം ഹിന്ദുക്കളുടെ രാജ്യത്തിൽ സുരക്ഷിതമാണ് പ്രിയ സഹോദരങ്ങളെ? അവരുടെ ദൈവത്തെ പരിഹസിച്ചാലോ, അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ അപമാനിച്ചാലോ, അവരുടെ വിശ്വാസങ്ങളെ ആരെങ്കിലും കയറി കൈകടത്തിയാലോ അവരതൊന്നും ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് അവർ വ്യാപൃതരാകുകയോ ചെയ്യുന്നില്ല. അവരുടെ ദൈവത്തെ സംരക്ഷിക്കാൻ അവർ ഇറങ്ങി നടക്കുന്നുമില്ല. അവരവരുടെ നാട്ടിലും ജീവിക്കുന്നു. അവരുടെ വിശ്വാസത്തിൽ അവരവരങ്ങ് പോവുകയാണ്. എന്ത് പറഞ്ഞ അവരുടെ ഇളകിയ മനസ്സിനെ മുതലെടുത്താണ് ഇവന്മാർ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഭയം കൊടുത്ത് നമ്മന്റെ മതത്തെ തൊട്ടാൽ മാത്രം വിവരം പഠിപ്പിക്കും. നമ്മന്റെ മതത്തെ തൊട്ടാൽ മതേതര കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും കരച്ചിലാകും. നമ്മന്റെ മതക്കാരെ തൊട്ട് കഴിഞ്ഞോ മുസ്ലിമിനെ അപമാനിച്ചുകൊണ്ട് ഒന്നാലോചിച്ച് നോക്കണം. ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇവൻ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുക, ടൂറിസം വകുപ്പ് മന്ത്രി. എന്നിട്ട് അവൻ ഇസ്ലാം മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ 97 ലക്ഷം രൂപ മുടക്കുകയാണ്. കേട്ടോണേ, നിങ്ങളുടെയും നമ്മുടെയൊക്കെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെ എല്ലാം വരിപ്പണം എടുത്തു വെച്ചിട്ട്, നികുതി പണം എടുത്തു വെച്ചിട്ട് ആരെ പ്രോത്സാഹിപ്പിക്കുകയാണ്? ടൂറിസത്തെ, ഇസ്ലാമിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുക. ഇസ്ലാം മതം എങ്ങനെ കേരളത്തിൽ വന്നു? അങ്ങനെയൊക്കെ പറയാൻ പോയ ഒത്തിരി ആദ്യം പഠിപ്പിക്കേണ്ടതെന്നറിയാം. മലബാറിൽ വാര്യംകുന്നൻ നടത്തിയ കലാപത്തെയാ പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എങ്ങനെ കൊന്നൊടുക്കി എന്നുള്ളത്. ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ എങ്ങനെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയെയും കൊന്നൊടുക്കി എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത് ചരിത്രം. പക്ഷെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് 97 ലക്ഷം രൂപ മുടക്കിയത്. ക്രിസ്ത്യാനിയുടെയും ഹിന്ദുക്കളുടെയും നികുതി പണവും കൂടി ചേർത്തിട്ട് തള്ളാഹുവിനെ വെള്ളപൂശാൻ, തള്ളാഹുവിന്റെ മതം ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കാനായിട്ട് പണം ഇറക്കുക. നാണവും മാനവും ഇല്ലേ? നീയൊക്കെ ഹിന്ദുവും ക്രിസ്ത്യാനിയായിട്ടൊക്കെ ഇരുന്നിട്ട് നാണവും മാനവും ഒക്കെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഗവൺമെന്റാ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, നമ്മന്റെ മതത്തെ വളർത്താൻ വേണ്ടിയിട്ട്. ഖാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഗവൺമെന്റാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും മറവിലാണ് നടക്കുന്നത് ഈ കള്ളത്തരം മുഴുവൻ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് എന്തുവാ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം, ന്യൂനപക്ഷ ആനുകൂല്യം. ഈ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം ഇപ്പൊ ആരാ അടിച്ചോണ്ട് പോകുന്നത് മുഴുവനും? ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം മുഴുവനും അടിച്ചോണ്ട് പോകുന്ന ആരാന്ന് വെച്ചാൽ നമ്മന്റെ മതക്കാര് കൊണ്ടുപോകും. ചോദിക്കാനും പറയാനും ഒരുത്തനുമില്ല. തന്റെ ഇടവും നട്ടലും ഉള്ളവന്മാർ ഒരുത്തനുമില്ല ക്രിസ്ത്യാനിക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ഏറ്റവും കൂടുതലും ന്യൂനപക്ഷം ആരാ? ക്രിസ്ത്യാനിയാണ്. അത് കേരളത്തിലും ഇന്ത്യക്കകത്തും ക്രിസ്ത്യാനിയാ. അപ്പൊ കേരളത്തിനകത്തുള്ള സകല ന്യൂനപക്ഷങ്ങളുടെയും ആനുകൂല്യം അടിച്ചുകൊണ്ട് പോകുന്നത് മുഴുവൻ നമ്മന്റെ മതക്കാരെ. ചോദിക്കാനും പറയാനും ആരുമില്ല, ഒരുത്തനുമില്ല. കാരണം നൈറ്റ് ഇട്ടവന്മാരും ലോഹ ഇട്ടവന്മാരും എല്ലാം ഇപ്പം പിണറായി വിരുന്ന് വെച്ച് ഇഫ്താർ വിരുന്ന് വിളിച്ചാലും പോയിരുന്ന് തിന്നാൻ വേണ്ടി ഇരിക്കുന്നവന്മാരല്ലേ? പിണറായി നമ്മന്റെ തളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് പിണറായി സുന്നത്ത് മുറിച്ചത് ആർക്കും അറിയത്തില്ലല്ലോ. പിന്നെ പിണറായിന് എന്ത് പറയുന്നത്,
തുണ്ടുപോയ കാര്യമൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ പിണറായി തന്റെ തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി ഇഫ്താർ വിരുന്നൊരുക്കിയാൽ അതിന് മുമ്പിൽ പോയി കമിഴ്ന്നു കിടന്ന് തിന്നാൻ വേണ്ടി സമയം കാത്തിരി കിടക്കുകയല്ലേ എന്തുവാ നമ്മുടെ ലോഹയ്ക്കകത്ത് കിടക്കുന്ന നൈറ്റിയിട്ട് കിടക്കുന്ന അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ. അവർക്ക് അതേ നേരമുള്ളൂ. അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം ഒന്നും ക്രിസ്ത്യാനിക്ക് മേടിച്ചു കൊടുക്കാനൊന്നും അറിയത്തില്ല. ഞമ്മന്റെ മതക്കാർ ഓടി നടന്ന് അതൊക്കെ ചെയ്തോളും. ഞമ്മന്റെ മതത്തെ എങ്ങനെയെങ്കിലും വളർത്തണമല്ലോ. നമ്മളുടെ മതത്തെ എങ്ങനെയെങ്കിലും ഉമാർക്ക് എന്ത് ചെയ്യണം, വളർത്തി നമ്മന്റെ മതത്തെ എങ്ങനെയെങ്കിലും വളർത്തി 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 നമ്മന്റെ മതക്കാരെ എങ്ങനെയും വളർത്തി 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 ഇസ്ലാം മതത്തെ അങ്ങ് പരിപോഷിപ്പിക്കുക. കേരളത്തിൽ മാറിയും തിരിഞ്ഞും അതും കേരളത്തിന്റെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും നികുതി പണം എടുത്തു വെച്ചിട്ട് ചോദിക്കാനും പറയാനും ഒരുത്തനും ഇല്ല. പൊട്ടന്മാര്, ഞാൻ പൊട്ടനാ എന്ന് ബാല ചോദിക്കുന്നത് പോലെ എല്ലാവന്മാരും പൊട്ടന്മാര്. ഒന്ന് ആലോചിച്ച് നോക്കണേ. കേരളത്തിന്റെ പോക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ. ഇതൊക്കെയാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ്. നമ്മന്റെ മതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മന്റെ മതം വളർത്താൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ്. നമ്മന്റെ മതത്തെ മാറിയും തിരിഞ്ഞും പ്രീണിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും നമ്മന്റെ ഈ ശശി തരൂർ എന്നൊക്കെ പറയുന്ന നല്ലൊരു നേതാവാ. ഈ നേതാവൊക്കെ കോൺഗ്രസിൽ കിടന്ന കട്ടപ്പുകയാണ് അയാളുടെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്. വല്ല BJPയിലും ഒക്കെ പോയി കയറിയ അയാൾക്ക് ഇനിയും രാഷ്ട്രീയത്തിൽ നല്ലൊരു പദവി കിട്ടി ഒരു മുഖ്യമന്ത്രിയായിട്ടെങ്കിലും കേരളത്തിൽ അയാൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ കിട്ടും. കോൺഗ്രസിൽ കിടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പപ്പുമോന്റെ അപ്പിമോന്റെ എന്ത് ചെയ്യും, അപ്പി പോലെ എന്ത് ചെയ്യും, കോൺഗ്രസ് തീർന്ന് ഒലിച്ചു പോകും. കാരണം ഈ വൃത്തികെട്ട കള്ളന്മാരെ, ഈ ജിഹാദികളെ ഈ ഇന്ത്യക്കകത്ത് ഇത്രമാത്രം വളർന്നു പന്തലിക്കാനും അവന്മാരുടെ ജിഹാദ് മനസ്സിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തതും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നെഹ്റു കുടുംബമാണ്. ഈ നെഹ്റു കുടുംബത്തിന്റെ സ്നേഹവും മതേതരത്തിന്റെ സ്നേഹവും ഒക്കെ ഇവരോട് മാത്രമായിരുന്നു. അങ്ങനെ അവരെ മതേതരത്തിൽ വളർത്തി 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 വിട്ടാണ് ഈ കോലത്തിലായത്. അപ്പോൾ അപ്പിമോൻ അപ്പി പോലെ ഒലിച്ചു പോകും. ഈ ശശി തരൂരൊക്കെ ഇതിനകത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ. ഈ ശശി തരൂരിനൊക്കെ നല്ല എന്താ പറഞ്ഞ രാഷ്ട്രീയം ഉള്ളൊരു മനുഷ്യനാണ്. നല്ലതുപോലെ രാജ്യം ഭരിക്കാനൊക്കെ ഉള്ളൊരു കഴിവും കപ്പാസിറ്റിയൊക്കെ ഉള്ള മനുഷ്യനാണ്. അദ്ദേഹം ബുദ്ധിയും ബോധം ഉള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും, ഈ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ രാജ്യത്തിന്റെ നിലവാരത്തിനൊത്ത് BJP വളർന്നുകൊണ്ടിരിക്കുക. BJPയെ തളർത്തിയിടാം ശ്രമിക്കും തോറും BJP വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ വളരുന്ന പാർട്ടിയുടെ കൂടെ എങ്ങ് കയറും ബുദ്ധിയും ബോധം ഉള്ളവരാണെങ്കിൽ. കോൺഗ്രസ് കാരണമാണ് ഇന്ത്യ വിഭജിച്ചത് പോലും. ഈ പാകിസ്ഥാനികളെ മുഴുവനെയും ഇസ്ലാം മതം ഈ വൃത്തികെട്ട കോൺഗ്രസ് ആണ് എന്ത് ചെയ്തത്, ഇസ്ലാം എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി കൊടുത്തത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. ഇപ്പം ഇന്ത്യക്കകത്ത് തന്നെ ഇസ്ലാം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക. ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയെ ഇസ്ലാമാക രാജ്യമാക്കാൻ വേണ്ടി കോൺഗ്രസ് പാടാപ്പാട് പഠിക്കുക. അതുകൊണ്ട് കോൺഗ്രസ് നമ്മന്റെ മതക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊന്നും പോയി പങ്കെടുക്കില്ല. നമ്മന്റെ മതക്കാരൻ നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്, നല്ല രസമുണ്ടല്ലേ. കോൺഗ്രസ് ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ പാർലമെന്റ് മന്ദിരം പണിയുന്ന സമയത്ത് അവിടെ ചെങ്കോല് കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അവിടെ പ്രാർത്ഥനാ കർമ്മം നടത്തിയിട്ട് അവർ നിനക്കൊക്കെ എന്നാ കുഴപ്പമിരിക്കുന്ന ഹിന്ദുക്കളായിരിക്കുന്ന ഭൂരിപക്ഷമായിരിക്കുമ്പോൾ അവർ പ്രാർത്ഥന നടത്തി കയറിയ എന്നെ കുഴപ്പമുണ്ടോ? അതിന് കൂടെ പോയാൽ എന്നാ? അപ്പം നമ്മന്റെ മതക്കാരൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, വേദനിച്ചെങ്കിലെങ്കിലോ? അതുകൊണ്ട് കോൺഗ്രസിന് അമ്മന്റെ മതക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങ് മാറി നിന്ന് കൊടുത്തു. ഇപ്പൊ വീണ്ടും രാമശേഷ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചപ്പോഴും നമ്മന്റെ മതക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി അങ്ങ് മാറി നിന്ന് കൊടുക്കുക. അപ്പൊ നമ്മന്റെ മതത്തെ വിളിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഒരു പ്രത്യേക രാജ്യമായിട്ട് പോയിരുന്നു ഭരിക്കേ. അതാ നല്ലത്. കോൺഗ്രസ്സുകാർക്ക് ഇനി അതാ നല്ലത്. നമ്മന്റെ മതക്കാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യണം, ഖത്തറിനോടും സൗദിയോടൊക്കെ ചോദിക്കണം, കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതാ, ഞങ്ങൾ കോൺഗ്രസ്സുകാരും നമ്മന്റെ മതക്കാരും ഒരുമിച്ച് വന്ന്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് വന്ന് ഞങ്ങളവിടെ പാർത്തൊരു മതമായിട്ട് രാജ്യമായിട്ട് ഞങ്ങൾ ജീവിക്കാമെന്നങ്ങ് പറഞ്ഞ് ചോദിക്കണം പോയി. അല്ലാതെ ഇന്ത്യയെ തരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇന്ത്യ ഇനി വിട്ടുതരില്ല. നമ്മന്റെ മതക്കാരെ ഇനി നിങ്ങൾക്ക് പ്രീണിപ്പിക്കാനും പറ്റത്തില്ല. മനസ്സിലായി? നമ്മന്റെ മതക്കാരും മിണ്ടാതെ വായി പൊത്തി അവനവന്റെ പാട് നോക്കി ജീവിക്കണം. മനസ്സിലായോ? അവരുടെ കാര്യം നോക്കി ജീവിച്ചോ. ആരും ചൊറിയാൻ വേണ്ടി വരത്തില്ല. ഹിന്ദുക്കൾ ആരും നിങ്ങളെ ഞോണ്ടാൻ വരത്തില്ല. നിങ്ങൾ നിങ്ങളുടെ അമ്പലത്തിൽ മോസ്കിൽ പോയി പ്രാർത്ഥിക്കുകയോ, ഉസ്താദിന്റെ അവിടെ പോയിരുന്ന് കഥ പറയുകയോ, കാമഭ്രാന്തന്റെ കഥ പറഞ്ഞു 72 കൂറിയെ പറഞ്ഞ് രസിച്ചോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചു. പക്ഷെ അവനവന്റെ കാര്യം നോക്കണം.
അല്ലാതെ ഹിന്ദു വിശ്വാസം ഹിന്ദുക്കൾ പറയുമ്പോൾ ഹിന്ദുവിന്റെ തലയിൽ കയറി നിരങ്ങാൻ പോകരുത്. ക്രിസ്ത്യാനിയുടെ വിശ്വാസം പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൽ കയറി നിരങ്ങാൻ പോകരുത്. പിടികിട്ടിയോ? ഹിന്ദു ഏത് പാർട്ടി കയറണമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ ഏത് പാർട്ടി കയറണമെന്ന് നിശ്ചയിക്കുന്നത് അവനാണ്. അവനെ കയറി ചൊറിയാൻ പോകരുത്. ക്രിസ്ത്യാനി ഏത് പാർട്ടി പോകണമെന്ന് ക്രിസ്ത്യാനിയെ നിശ്ചയിക്കുന്നത് അവനെ കയറി ചൊറിയാൻ പോകരുത്. വല്ല മദ്രസയിലുള്ള ഉസ്താദോ, നിന്റെ മദ്രസയിൽ കിടക്കുന്ന മുക്രിയോ ഉസ്താദോ, വല്ല അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളോ അവര് വല്ല ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ അലക്കുകയോ തൂക്കുകയോ വാരുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഹിന്ദുക്കളെ കയറി ചൊറിയാൻ നീയൊക്കെ പോയാ ഇനി വിവരം പഠിക്കും. അതുപോലെ ക്രിസ്ത്യാനിയെ കയറി ചൊറിയാൻ പോയാലും വിവരം പഠിക്കും. മനസ്സിലായോ? അതുകൊണ്ട് വേട്ടയാടാനായിട്ട് ഇനി ഹിന്ദുക്കളെ വിട്ടുകൊടുക്കത്തില്ല, ക്രിസ്ത്യാനികളെയും വിട്ടുകൊടുക്കത്തില്ല. ഇനി വേട്ടയാടാനായിട്ട് ഒരിക്കലും വിട്ടുകൊടുത്തതാ. ജോസഫ് മാഷിനെ കൈവെട്ടിയെടുത്തോണ്ട് പോയിട്ട് കേരളത്തെ അങ്ങ് വിറപ്പിച്ച് നിർത്താൻ നോക്കിയപ്പോഴത്തേക്കും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കിട്ടവന്മാരും ലോഹയിട്ടവന്മാരും ഈ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്നത് പോലെ നൈറ്റിക്കകത്ത് കിടക്കുന്ന കുറെ എണ്ണങ്ങളും എന്ത് ചെയ്തു? കാൽമുട്ടിനിടയിലൂടെ മൂത്രം ഒഴിച്ചിട്ട് അന്ന് എന്ത് ചെയ്തു? ഈ മനുഷ്യനെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. അപ്പൊ ചിലര് വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടതാണ്, സഹോദരി ജോസഫ് മാഷിന് ക്രിസ്തീയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നവനായിരുന്നു. എടാ, അദ്ദേഹം മനുഷ്യനല്ലേടാ വിവരം കെട്ടവന്മാരെ. ഇവന്മാർ മതഭ്രാന്ത സൈക്കോകളാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ഒരു ബന്ധക്കോസുകാരനായി കമന്റ് കൊണ്ടുവന്ന് ഇട്ടത് ഞാൻ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയം ഇട്ടപ്പം. അത് ജോസഫ് മാഷ് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാ. ജോസഫ് മാഷ് ഒരു അപ്പം ജോസഫ് മാഷ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നിരിക്കട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടിരിക്കട്ടെ. അപ്പൊ ഒരുത്തന്റെ കൈ പച്ചയ്ക്ക് വെട്ടിയിട്ട് അവന്റെ കുടുംബം തകർത്തെറിയുമ്പോൾ നോക്കിക്കൊണ്ട് രസിച്ചോണ്ടിരിക്കണം. കിട്ടിയത് കാര്യായിപ്പോയി വേണോടാ, നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്ന് പറയണോ ഈ തീവ്രവാദികൾ വന്ന് വെട്ടിക്കൊണ്ടു പോകുമ്പോ? എടാ, മനുഷ്യപ്പെട്ടുള്ളവന്മാരായിട്ടൊക്കെ മനുഷ്യനായിട്ടൊക്കെ ജീവിരടാ. മതത്തിൽ തിറന്ന് ചത്ത് ചാകാതെ തന്റെ മതത്തിൽപ്പെട്ടവൻ മാത്രം ജീവിച്ചാൽ മതി. വേണമെങ്കിൽ ഒരു കൂട്ടർ ഇരുന്ന് പറയും ചിത്ര രാമക്ഷേത്രം ഇപ്പൊ എന്നെയും പ്രാഗി തിന്നുമായിരിക്കും കുറെ ക്രിസ്ത്യാനികൾ ഇരുന്നിട്ട്. പ്രിയനൊക്കെ എന്തിന്റെ കേടാ? ദൈവവചനം പറയുന്ന പെങ്കൊച്ചിന്റെ വായിൽ നിന്ന് ഇപ്പൊ ഭയങ്കര ഒരു പ്രത്യേക ഹിന്ദു സ്നേഹവും ഹിന്ദു ദൈവങ്ങളോടൊരു സ്നേഹവും എന്നൊക്കെയാ എന്നെ ഇപ്പൊ പറയുന്നത്. ഞാൻ മനുഷ്യനെയാ സ്നേഹിക്കുന്ന മരമണ്ടൂസുകളെ. അവൻ ഹിന്ദു ആയിരുന്നാലെന്താ, അവൻ ക്രിസ്ത്യാനി ആയിരുന്നാലെന്താ, അവൻ മുസ്ലിം ആയിരുന്നാലെന്താ, അവൻ സിഖുകാരനായിരുന്നാലെന്താ, അവൻ പാർസി ആയിരുന്നാലും അവൻ മനുഷ്യനല്ലേ. മനുഷ്യനെ വേട്ടയാടാനായിട്ട് വിട്ടുകൊടുക്കാവോ? ഇതല്ലേ കർത്താവ് പഠിപ്പിച്ചത്? ശമരിയാക്കാരനായ ഒരുത്തൻ എന്റെ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പം കുറെ തീവ്രവാദികളെല്ലാം കൂടി, കുറെ കൊള്ളക്കാരന്മാരെല്ലാം കൂടി ചേർന്ന് അവനെ ആക്രമിച്ച് വഴിവക്കത്തങ്ങ് ഇട്ടിട്ട് പോയി. അതിലേ കൂടി നടന്നൊരു പുരോഹിതൻ കടന്നുപോയി, അവൻ കണ്ടിട്ടും കാണാതെ പോയി. വേറൊരു ലേവ്യൻ അതിലേ കൂടെ പോയി, അവൻ കണ്ടിട്ട് കാണാതെ പോയി. അവസാനം ശമരിയാക്കാരൻ അതിലേ കൂടി വന്നിട്ടാണ് എന്ത് ചെയ്തത്? അവനെ പൊക്കിയെടുത്ത് മുറിവ് കെട്ടിക്കൊണ്ട് അവനെ സത്രത്തിലാക്കിയിട്ട് ഏൽപ്പിച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു, അവനെ ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടി തരാം, എന്റെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടെന്ന് പറഞ്ഞിട്ട് അവന് അധ്വാനവും കൂടി തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് അവൻ പോയത്. കർത്താവ് പറഞ്ഞു, ഇല്ല ആരാണ് നല്ല സ്നേഹിതൻ എന്ന് വെച്ചോ പറഞ്ഞു, അവനെ സ്നേഹിച്ച ഈ നല്ല ശമരിയാക്കാരൻ എത്രയെന്ന് പറഞ്ഞിട്ട്, നീ എന്റെ ഒക്കെ വചനത്തിലല്ലേ എഴുതി വെച്ചിരിക്കുന്നേ? റോട്ടിലിട്ട് വെട്ടിക്കൊന്ന് വേട്ടയാടിയാൽ പോലും തിരിഞ്ഞു നോക്കാൻ അപ്പോഴും മതം നോക്കും ഇരുന്നിട്ട്. അപ്പോഴും ക്രിസ്ത്യാനി ഇരുന്ന് ബന്ധക്കോസുകാരൻ നോക്കും, അവൻ കത്തോലിക്കനാ, മാതാവെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാ. അവൻ നമ്മൾ തിരക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വിഗ്രഹങ്ങളെയും ആരാധിച്ച് ദൈവവും ഇല്ലാതെ ജീവിക്കുന്നവനെ എന്ത് കാര്യം നമ്മളെന്തിനാ തിരക്കാൻ പോകുന്നതെന്ന് ആര് പറയും? ബന്ധക്കോസുകാരൻ പറയും. ക്രിസ്ത്യാനി പറയും, ഹിന്ദു ദൈവങ്ങളെയും വിളിച്ച് ആരാധിച്ച് ഹിന്ദുക്കളെ ആരാധിച്ചുകൊണ്ട് ഹിന്ദു വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റെ കാര്യം നമ്മളെന്തിനാ തിരക്കാൻ പോകുന്നതെന്ന് ഈ ഹിന്ദുവും പറഞ്ഞൊഴിയും. ഇങ്ങനെയൊക്കെ നീയൊക്കെ ജീവിക്കാൻ പോയാൽ ഈ മതഭ്രാന്തന്മാരായി പോകും. സൈക്കോകളെ, നിന്നെ ഒന്ന് സൈക്കോ ആകാതിരിക്കാനാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനായി ചിന്തിക്കേ. അവൻ ആക്രമണം നടന്നൊരു സാത്താനാ നിന്ന് ആക്രമിക്കുന്നത്. അവനെ മനുഷ്യനായിരിക്കുന്നവനെ ആ സാത്താനാ നിന്ന് ആക്രമിക്കുന്നത്. ആ സാത്താന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്. അവൻ ഏത് മതത്തിൽപ്പെട്ടവനായിട്ട് പോട്ടെ, ഏത് വിശ്വാസത്തിൽപ്പെട്ടവനായിട്ട് പോട്ടെ, അവനൊരു മനുഷ്യനായിട്ട് കാണണ്ടേ? നിങ്ങളുടെ വീടിനടുത്ത് ഒരുത്തൻ വന്ന് പച്ചയ്ക്ക് നിന്നിട്ട് ഒരുത്തനെ കൈവെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ജോസഫ് മാഷിനെ കൈവെട്ടിയതിനകത്ത് കാര്യമായി പോയെന്ന് ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടെന്നേ. എന്റെ കമന്റ് ബോക്സിനകത്ത് വരെ വന്നിട്ട് പോയി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം വിവരദോഷികളായി ഇന്ന് മതഭ്രാന്തന്മാരെ, ഈ സൈക്കോകളുടെ വേറൊരു വെർഷനായി മാറി കിടക്കുന്ന സൈക്കോകളായിട്ടാണ് ക്രിസ്ത്യാനിയും ഒരു കൂട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. പെന്തക്കോസ്
ബാക്കിയുള്ളവരെല്ലാം യോ സാത്താൻ സാത്താൻ, യോ സാത്താൻ, അവർ സാത്താൻ, ഇവർ സാത്താൻ, ഇവർ സാത്താൻ, ഇവർ സാത്താൻ. നമ്മൾ മാത്രം അങ്ങ് സ്വർഗത്തിൽ പറക്കാനിരിക്കുന്ന കുഞ്ഞാടുകളെന്ന് ഇവരങ്ങ് പറയും. ഈ സൈക്കോകൾ പറയും, ഈ മതഭ്രാന്ത് പിടിച്ച സൈക്കോകൾ പറയും, അവന്മാരും മാത്രം സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നവനും ബാക്കിയുള്ളവനെല്ലാം കാഫറുകളെന്ന്. ഈ പെന്തക്കോസ് സൈക്കോകൾ പറയും, ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നവർ ബാക്കിയെല്ലാം കാഫറുകളെന്ന് പറയും. മുമ്പന്മാര് പലരും ബിംബന്മാരും, ബിംബന്മാര് പലരും മുമ്പന്മാരാകും എന്നുള്ള വചനമൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. ആദ്യം മനുഷ്യനായിട്ട് മാറിയിട്ട് പിന്നീട് മതസൈക്കോയായി മാറണോ വേണ്ടോ എന്ന് ചിന്തിക്കേ. ആദ്യം മനുഷ്യനായിട്ട് ചിന്തിക്കും. നിന്റെ വീടിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഹിന്ദു ആയിട്ടേക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അവന് പേര് മതത്തിൽപ്പെട്ടവനായിപ്പോട്ടെ, അവൻ ജാതിയിൽപ്പെട്ടവനായിപ്പോട്ടെ, നിന്നേക്കാൾ താഴ്ന്ന ജാതിയോ ഉയർന്ന ജാതിയോ ആയിട്ട് പോട്ടെ, അവനവർ ആപത്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നീ ഓടിപ്പോയി തൊട്ടടുത്ത് നിന്ന് സഹായിക്കണം. അവനെ ഒരുത്തന്നെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആക്രമിക്കുന്നതിന് നീ പ്രതിരോധിക്കാൻ നിൽക്കണം. അത് പഠിക്കണം. ഒരുത്തന്റെ ജീവൻ രക്ഷിക്കുന്നത് ഏറ്റവും വലിയൊരു എന്താ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ പുണ്യപ്രവൃത്തിയാണ് ഒരുവന്റെ ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ അവന് മതത്തിൽപ്പെട്ടവന്റെ പേരും പറഞ്ഞുകൊണ്ട് അവൻ ഹിന്ദു ആണെങ്കിൽ അതുകൊണ്ട് സാത്താനെ പിടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കില്ലേ. അതുകൊണ്ട് നമുക്ക് വേണ്ട, തിരിഞ്ഞു നോക്കണ്ട. നമ്മൾ നമ്മുടെ പാടിയിൽ പോയി നമുക്ക് കർത്താവുണ്ടല്ലോ, കർത്താവേ ശ്രോത്രം എന്ന് പറഞ്ഞു പോകരുത്. അവൻ ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവൻ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു എന്താ പറഞ്ഞ ചിലപ്പോൾ മുസ്ലിം നാമധാരിയെ ജനിച്ചവനായിരിക്കാം, ആ മതത്തിലൊന്നും വിശ്വാസം കാണത്തില്ലായിരിക്കാം. ഒരു ഇസ്ലാമിക തീവ്രവാദി കയറി അവനെ വെട്ടിക്കൊല്ലാൻ പോകുമ്പോഴും അപ്പോഴും നീ പ്രതിരോധിക്കാൻ നിൽക്കണമെന്നേ. അവനെ കൊലയ്ക്ക് വിട്ടുകൊടുക്കരുത്, കൊല്ലാൻ വിട്ടുകൊടുക്കരുത്, അവനെ കൊല്ലാൻ അനുവദിക്കരുത്. കാരണം നിന്റെ കൺമുമ്പിൽ ഒരു കൊല നടക്കുകയാണ്, ആ രക്തം ചിന്താൻ നീ അനുവദിക്കരുത്. അതിനെ പ്രതിരോധിക്കാൻ നീ പഠിക്കണം. ജോർജ് കൊള്ളന്നൂർ, അയ്യോ മന്ദബുദ്ധികളെ, നിനക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. മേക്ക് ഓൺലി പോസിറ്റീവ് ടോക്സ് ടു ഹാവ് യുവർ ഡിഗ്നിറ്റി ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ് ഡിയർ റീന. പൊട്ട, നിന്നെയും കൂടി നീ ഇത്ര നേരം ഇപ്പൊ ലൈവ് കേട്ടില്ലായിരുന്നോ? നിനക്കും കൂടി ചേർത്താ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് ആയതുകൊണ്ട്, സുവിശേഷം പറയുന്നവളായതുകൊണ്ട്, നാട്ടുകാരുടെ മതത്തിന്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിൽ ചാത്താൻ അടിമകളൊക്കെ വന്ന് കൊന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെയൊക്കെ കൊലയ്ക്ക് കൊടുത്തോണ്ട് നോക്കിക്കൊണ്ടിരിക്കണോ? ഈ ശാസ്ത്ര മക്കളെ, കുഞ്ഞാടുകളെ, നിങ്ങൾ ലോകത്ത് നടക്കുന്ന ഒന്നും കാണരുത് കേട്ടോ. അവരവർക്ക് തമ്മിൽ ചാകുകയോ തമ്മിലടിക്കുകയോ മതത്തിന്റെ പേരിൽ അടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പോട്ടെ. അവരൊന്നും മനുഷ്യരെയല്ല, അവരെല്ലാം നരകത്തിൽ പോകാനുള്ളവരാണ്. നമ്മൾ സ്വർഗത്തിൽ പിറക്കാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവർ നമ്മൾ മാത്രം കൂടിയിരിക്കണം എന്ന് പറഞ്ഞ സൈക്കോകളെ പോലെ ജീവിക്കണം. ഇതാണോ ഇവാഞ്ചലിസ്റ്റിലെ ഗുണം? ഞാൻ സൈക്കോയെ പോലെ പറഞ്ഞു കൊടുക്കണോ? മത സൈക്കോയോ ഞാന്? അല്ല, ഞാനും മത സൈക്കോ ആകണമെന്നാണോ പറയുന്നത് ഇവാഞ്ചലിസ്റ്റേ? മേക്ക് ഓൺലി പോസിറ്റീവ് ടോക്സ്. ഞാനിപ്പോ എന്തുവാ നെഗറ്റീവ് ടോക്സ് ആണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പോസിറ്റീവ് ടോക്സാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കാനുള്ളവരാണ്, മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കേണ്ടവരാണ്. അവരെ മനുഷ്യ സമൂഹമായി ജീവിക്കാതെ ആക്കിയത് മതമാണ്, മതത്തിന്റെ ചിന്തകളാണ്, മതം മാറ്റലാണ്. ഇതെവിടെയൊക്കെ പ്രശ്നം നടന്നത്. എന്റെ കർത്താവ് ഒരിടത്തും മതം മാറ്റാനും ആരോടും പറഞ്ഞിട്ടില്ല. എന്താ ഈ കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നില്ലായിരുന്നു? യഹൂദന്മാർ മാത്രമേ അന്ന് ലോകത്തുള്ളോ? ചുറ്റുപാടുകളൊന്നും മറ്റു മതത്തിൽപ്പെട്ടവരും വിഗ്രഹാരാധന നടത്തിയവരൊന്നും മറ്റു മതക്കാരൊന്നുമില്ല. കർത്താവ് അവരെ അടുത്ത് ശിഷ്യന്മാരെ ഒന്നും അങ്ങോട്ട് പറഞ്ഞു വിട്ട് ട്രെയിൻ ചെയ്യാത്തന്തേ? കർത്താവിന് യഹൂദന്മാരെന്ന് പറയുന്നവർക്ക് അന്ന് വിഗ്രഹാരാധന ഒന്നും ഇല്ലല്ലോ. ജാതികളായി കിടക്കുന്നവരെല്ലാം ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് നടക്കില്ലേ? കർത്താവ് ദൈവമല്ലേ ഇറങ്ങി വന്ന ഭൂമിയിൽ? എന്നിട്ട് എന്റെ കർത്താവ് ഓടി നടന്നിട്ട് വിഗ്രഹാരാധികളെ, നിങ്ങളൊക്കെ നരകത്തിൽ പോകും കേട്ടോ, അതുകൊണ്ട് നിങ്ങളെല്ലാം രക്ഷിക്കപ്പെടും, വാ 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 എന്റെ മതിച്ചേര്, സ്നാനം മുക്കി എന്റെ കർത്താവ് എടുക്കാത്തതിലാണതിനെ? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക, കർത്താവ് എന്തിനാ ചെയ്യാത്തേ? കർത്താവ് പറഞ്ഞു വിട്ടോ, നിങ്ങൾ ലോകം മുഴുവനും പോയി എന്റെ സാക്ഷികളാകി പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കാനല്ലേ പറഞ്ഞത്? നിന്റെയൊക്കെ മതത്തിൽ ചേർക്കാൻ പറഞ്ഞോ? എന്റെ കർത്താവല്ലേ പറഞ്ഞത്? വെളിപ്പാട് മത്തായി സുവിശേഷം 23-14 വാക്യത്തിൽ, നിങ്ങൾ കാടും മേടും കടന്ന് അനേകരെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ ഇരട്ടി നരകയോഗ്യരാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മതത്തിൽ കൊണ്ടുവന്നാൽ ഇരട്ടി നരകമാണ് കിട്ടുന്നതെന്ന് കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മതത്തിൽ വന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? പ്രയോജനമില്ല.
അപ്പോൾ എങ്ങനെയാകാൻ വേണ്ടിയിട്ട് ശിഷ്യനാക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാ? മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ് ശിഷ്യനാക്കാൻ പറഞ്ഞ. കർത്താവ് മനുഷ്യനായിട്ടാ ഭൂമി വന്ന. ആ മനുഷ്യനായി ജീവിച്ച ജീവിതം കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയാ മനുഷ്യനായി ജീവിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള പഠിപ്പിക്കലിനെ കൊണ്ടുപോയി ലോകം മുഴുവനോടും പറഞ്ഞു കൊടുത്ത് അവരെ നിങ്ങൾ മനുഷ്യരാക്കി മാറ്റിയെടുക്ക്. ആ മനുഷ്യനായി മാറുമ്പോൾ തന്നെ അവൻ സ്വാഭാവികമായിട്ടും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവനിൽ വെളിപ്പെട്ട് വരും. അത് നിങ്ങൾ മനസ്സിലാക്ക്. അല്ലാതെ മത സൈക്കോകളായി മാറാതെ. ഞാൻ ഇത് പറയുമ്പോൾ പോലും പലർക്കും ദഹിക്കില്ല, അത് ഉറപ്പാ. ഇത് ഞാൻ പറയുമ്പോൾ പോലും പലർക്കും ദഹിക്കില്ല. പലരും ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോ റീന ദൈവവചനം പറയുന്ന വ്യക്തിയല്ലേ? ആ, ദൈവവചനം പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ എന്ത് വല്ല കുഴപ്പമുണ്ടോ? ഹിന്ദു ദൈവങ്ങളുടെ വിശ്വാസങ്ങളിലും ഹിന്ദു കാര്യങ്ങളിലും മുസ്ലിങ്ങളുടെ ദൈവങ്ങളുടെ വിശ്വാസത്തിലും മുസ്ലിം കാര്യങ്ങളിലൊക്കെ എന്തിനാ റീന ഇടപെടുന്നേ? ഇടപെടും. എന്തുകൊണ്ടാണ് ഇടപെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം മതം ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു സാത്താനിക മതമാണ്. ഈ തള്ളാഹു എന്ന് പറയുന്ന കാമഭ്രാന്തൻ ദൈവമാണ് എന്ത് ചെയ്യുന്നത്? ഈ സാത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാത്താൻ തന്റെ മതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരാശിയെ കുരുതിക്ക് കൊടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ മനുഷ്യനായിരിക്കുന്നിടത്തോളം ഞാൻ ചോദ്യം ചെയ്യണം. അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് ബോധവൽക്കരിക്കണം. നിങ്ങളെ കൊല്ലാൻ നടക്കുന്നത് ആരാണ് എന്ന അപകടത്തെ പറഞ്ഞു കൊടുക്കണം മുൻകൂർ. ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ കുഞ്ഞ് പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച വഴിയാണ്. കുറെ സാമൂഹിക വിരുദ്ധന്മാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. വെള്ളവടിയും കള്ളുകുടിയും പെണ്ണുപിടിയുമായിട്ട് ജീവിക്കുന്നവന്മാർ താമസിക്കുന്ന ഏരിയയാണ്. എന്റെ കുഞ്ഞിന് ആ വഴിക്കേ പോകാൻ പറ്റത്തുള്ളതൊരു സാഹചര്യമാണ്. വേറൊരു വഴിയില്ല. അപ്പൊ എന്റെ കുഞ്ഞോട് ഞാൻ പറയുവോ, മോളെ സാമൂഹ്യ വിരുദ്ധന്മാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, മോളെ കയറി പിടിക്കുകയോ മോളെ കയറി ഉമ്മ വെക്കുകയോ മോളെ കയറി ബലാത്സംഗം ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും മോള് മിണ്ടാതെ അങ്ങ് കിടന്നിട്ട് ശ്രോത്രം പറഞ്ഞിട്ട് അങ്ങ് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ കൊച്ചിനോട്? അല്ല, അറിയാണ്ട് നിങ്ങൾ തന്നെ ചോദ്യം. അപ്പൊ നിങ്ങളൊക്കെ ലോജിക്കോടെയൊക്കെ ചിന്തിയപ്പാ മനുഷ്യന്മാരെ, പൊട്ടന്മാരെ, നീയൊക്കെ ലോജിക്കോടെ നീയൊക്കെ ചിന്തിക്കാൻ പഠിക്കുന്നെങ്കിലും കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? മോളെ, നീ അവന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശ്രോത്രം പറഞ്ഞ് അവിടെ അങ്ങ് കിടന്നിട്ട് പതുക്കെ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വന്നാൽ മതി. അവന്മാർ ബലാത്സംഗം ഒക്കെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് നീ അങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കണോ? അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടേ കൊച്ചിനെ? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കാം, അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കേണ്ടേ? നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? നിങ്ങൾ തന്നെ പറ. എന്റെ മക്കൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധന്മാർ ഏതെങ്കിലും തരത്തിൽ മോളെ അപമാനമായി നിന്റെ അടുത്ത് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ വൃത്തികേട് കാണിക്കുകയോ എല്ലാം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്റെ കയ്യിൽ കിട്ടുന്ന എന്താണെങ്കിലും എടുത്ത് അവന് മണ്ട അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളണം, ഓടിക്കൊള്ളണം എന്ന് പറഞ്ഞു. നിന്റെ ജീവൻ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നിടത്തോളം പ്രതിരോധിച്ച് നിൽക്ക്, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ കാണാമെന്ന് പറയും. ഇതേ പറഞ്ഞു കൊടുക്കത്തോളം ഞാൻ. പക്ഷെ സൈക്കോ അപ്പനും അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്യാൻ? മത സൈക്കോകളാണെങ്കിൽ പറയും, എന്ത് ചെയ്യാൻ പറ്റും, ശ്രോത്രം പറഞ്ഞു കിടക്കുക. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാലെന്ന് പാട്ടും പാടിക്കൊണ്ട് കിടക്കണമെന്ന് പറയും. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാ. അപ്പോൾ ഞാൻ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നതും അത് തന്നെയാണ്. ഈ സമൂഹത്തോട് ഞാൻ പറയുന്നതും അപകടം വലുതാണ്. നിങ്ങൾക്ക് ചുറ്റും വരാൻ പോകുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ സാധാരണപ്പെട്ടവന്മാരല്ല, കാമവെറിയന്മാരാണ്. പിഞ്ചു കുഞ്ഞെന്നില്ല അവന്മാർക്ക്. വയറ്റിൽ കിടക്കുന്ന ഇസ്രായേലിൽ വന്ന് കാണിച്ചു കൊടുത്ത ദൈവം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ട്രയൽ വരാറുണ്ട്. അറിയാവോ നിങ്ങൾക്ക്? 2.5 മണിക്കൂർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ട്രയൽ പുറത്തേക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് സിനിമ വരുന്നത്. അതുപോലത്തെ ഒരു ട്രെയിലർ ആയിരുന്നു പ്രിയ സഹോദരങ്ങളെ ഈ ഇസ്രായേലിൽ വന്ന് ഇവന്മാര് കാണിച്ചിട്ട് പോയത്. അതും ഇസ്രായേലിൽ കാണിച്ചിട്ട് പോയത്. നിങ്ങൾ അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ. ഇതാ ദൈവവചനം പറയുന്നത്. അത്തിയെ നോക്കി ഉപമ പഠിപ്പിൻ. അപ്പൊ ഇസ്രായേലിനെ നോക്കി നിങ്ങൾ ഉപമ പഠിക്കണം. ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് മുഴുവനും വരാൻ പോകുന്നതിന്റെ ഒരു ട്രെയിലറാണ്. ലോകത്ത് മുഴുവനും വരാൻ പോകുന്നതിന്റെ ആപത്തിന്റെ മുൻസൂചനയാണത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് കോറി കൂവുന്ന പൊട്ടന്മാരെ നിന്നോടൊക്കെ ഇത് പറയുന്നത്. ഇസ്രായേൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് മുഴുവനും വരാൻ പോകുന്ന ഒരു മുൻകൂറാണ്, ഒരു അപായ സൂചനയാണ് അത് കാണിക്കുന്നത്. അതിനെ സൂക്ഷിക്കാൻ, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോഴേ നിങ്ങൾ കരുതിക്കൊള്ളണം, ഇപ്പോഴേ ബുദ്ധി പഠിച്ചോളണം, ഇപ്പോഴേ പ്രായോഗിക തലത്തിൽ ചിന്തിച്ചു തുടങ്ങണം. ഒരു ആപത്ത് വരുന്നിട്ട് ശേഷം നിങ്ങൾ പോയി ആപത്തിൽ വീണ് കൊടുത്തിട്ട് കാര്യമില്ല. ആപത്ത് വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. ഈ ആപത്ത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ആ ആപത്ത് ഇങ്ങനെ വരാൻ സാധ്യതയുള്ളപ്പോൾ നമ്മൾ അതിന് മുൻകൂറായിട്ട് എന്ത് ചെയ്യണം?
അതിന് മുൻകരുതൽ എന്ന വണ്ണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻകൂർ കരുതിയിരിക്കണം. കാരണം ഈ ജിഹാദികൾ പണ്ട് യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന കണക്കത്തുള്ള തീവ്രവാദികളല്ല ഈ തീവ്രവാദികൾ. ഇത് വേറൊരു ഐറ്റമാണ്. കർത്താവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ തീവ്രവാദികൾ ഇല്ലായിരുന്നു. കർത്താവ് വരാൻ പോകുന്ന മുൻകൂറേ പറഞ്ഞിട്ടാ പറഞ്ഞ, യെരൂശലേം പുത്രിമാരേ, നിങ്ങൾ എന്നെ ഓർത്ത് കരയുന്നത് നിർത്തുവിൻ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നു എന്നുള്ള നാഴിക വരാൻ പോകുന്നു, സൂക്ഷിച്ചുകൊള്ളുവിനെന്നു. അതേ സമയം വരാൻ പോകുക. നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാടർപ്പിക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ. അതുകൊണ്ടായി ഇവന്മാര് കഴുത്ത് വെട്ടുമ്പോഴെല്ലാം തല്ലാഹു കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിനെന്ന് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് ഇസ്രായേലിൽ വന്ന് കഴുത്തറുത്ത് കൊന്നപ്പോഴെല്ലാം തല്ലാഹു കുക്കുംബറുമാര് വിളിച്ചത്. കർത്താവ് പറഞ്ഞ വചനം സത്യമല്ലേ? നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നു എന്ന നാഴിക വരുന്നു എന്ന് പറഞ്ഞപ്പോ ആ നാഴിക വന്നില്ലേ? എന്ന് മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് കാമഭ്രാന്തൻ ജനിച്ചു വീണു. അതിനുശേഷം അവൻ ഇസ്ലാമിക ഹാലിഫേറ്റിന് വേണ്ടിയിട്ട്, ഈ തള്ളാഹുവിന് വേണ്ടിയിട്ട്, അവന്റെ കാമവെറി തീർക്കാൻ വേണ്ടി അവൻ മതം ഉണ്ടാക്കിയോ, അന്ന് മുതൽ ഇവൻ തള്ളാഹു കാമഭ്രാന്തന് വേണ്ടിയിട്ട് കഴുത്തും തലയും ഒക്കെ കയ്യും കാലും ഒക്കെ വെട്ടി അവൻ തള്ളാഹുവിന് ബലിയർപ്പിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ കർത്താവിന്റെ വചനം സത്യമല്ലേ? എന്റെ കർത്താവ് ഇത് മുൻകൂർ പറഞ്ഞതല്ലേ നിങ്ങളോട്? കർത്താവിന് എന്തിനാ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മുൻകൂർ ഇത് സംഭവിക്കാൻ പോകുന്നു, സൂക്ഷിച്ചുകൊള്ളുവിൻ, കരുതിക്കൊള്ളുവിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാ ഞാനും നിങ്ങളോട് പറയുന്നത്. ബുദ്ധിയുള്ളവരായിരിപ്പിൻ, കരുതിക്കൊള്ളുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അപകടം വലുതാ വരാൻ പോകുന്നത്. ഇവന്മാരെ വളരാൻ വിട്ടുകഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന ആപത്ത് വലുതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രailer പോലെയായിരുന്നു ഇസ്രായേലിലവന്മാർ നടത്തിയത്. ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അതിന്റെ വയറ് കീറി ആ പച്ച മാംസം എടുത്ത് ഓവനിൽ ഇട്ട് അവന്മാർ പുഴുങ്ങണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. മൃഗം, ഈ സാത്താനെയൊക്കെ എങ്ങനെ ഈ സാത്താനെ നാട്ടിലുള്ളവന്മാർ ഹമാസ് പോരാളികൾ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടണ്ടേ പ്രിയ സഹോദരങ്ങളെ? നിങ്ങൾ മന്ദബുദ്ധികളാ. ഇത്രയും വലിയൊരു ഭയാനകത നടന്നിട്ടും, ഇത്രയും വലിയ വൃത്തികേട് കാട്ടിക്കൂട്ടിയിട്ടും, പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തിട്ട് ആ പിഞ്ചു കുഞ്ഞിന്റെ യോനിയും ആ മലദ്വാരവും തമ്മിൽ പിളർത്തിക്കളഞ്ഞിട്ട് അതിൽ പോലും ആനന്ദം കണ്ടെത്തി തള്ളാഹു കുക്കുംബറെന്ന് വിളിച്ചു പറഞ്ഞവന്മാരെ ഹമാസ് പോരാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ പച്ചക്കിവന്മാര് വിളിച്ചു പറയണമെങ്കിൽ നിങ്ങൾ മന്ദബുദ്ധികളാ? നിങ്ങൾ ഇതിന്റെ അപകടം തിരിച്ചറിയുന്നില്ല? എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ അത്രത്തോളം ഭയാനകത ലോകത്ത് വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഞാൻ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? കയ്യും കാലും അവസാനം ഇട്ടടിച്ചിട്ട് കാര്യമില്ല. ഇവന്മാരെ വളരാൻ വിടരുത്. അതിനിപ്പം ഇവന്മാരെ വളരാൻ വിടാതിരിക്കണമെങ്കിൽ ഇന്ത്യക്കകത്ത് ആകെ ഉള്ള ഒറ്റ വഴിയേ ഉള്ളൂ. കേന്ദ്രഭരണം BJP വീണ്ടും ഭരിക്കണം. കേരളത്തിനകത്ത് അല്പമെങ്കിലും BJPക്ക് ഭരണവും സ്ഥാനവും ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം പറയാൻ നിവൃത്തിയില്ല. ക്രിസ്ത്യാനിക്ക് അവന്റെ വിശ്വാസം പറയാനോ അവന്റെ രാഷ്ട്രീയം പറയാനോ ക്രിസ്ത്യാനിക്ക് നിവൃത്തിയില്ല. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ കയറി അങ്ങ് ഞരങ്ങി വേട്ടയാടൽ നടത്തുക. ഇവന്റെ മുസ്ലിം സ്ഥാപനങ്ങളിൽ കയറി ഏതെങ്കിലും ആത്മഹത്യ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ പോകുന്നുണ്ടോ വേട്ടയാടാനും വിളയാടാനും? ഇവിടെ ഹിന്ദുക്കൾ വല്ലതും കയറി ഇറങ്ങുന്നുണ്ടോ? പക്ഷെ ഇവന്മാർക്ക് മാത്രം എന്താ ഇത്ര ഇളക്കം? ഈ ചെറ്റകൾക്ക് മാത്രം എന്താ ഇത്ര ഇളക്കം? കണ്ടവരുടെയൊക്കെ വിശ്വാസത്തിനകത്തൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടു പോകാനായിട്ട്, കണ്ടവരുടെ മാനേജ്മെന്റ് സ്കൂളുകളിനകത്തും ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളിനകത്തും അതിനെല്ലാം വഴിവെച്ചു കൊടുക്കുന്ന ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറവിലാ ഈ തോന്നിവാസം മുഴുവനും കാണിക്കുന്നത് ഇവനെയൊക്കെ. അപ്പൊ നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്ക്. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇല്ലെങ്കിൽ നീയൊക്കെ ഇനിയും അടികൊണ്ട് ചാവും. ഞാൻ പറയുന്നതിന്റെ ഭയാനകത നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാ. നിങ്ങൾ ഇവന്മാർ ഇപ്പോഴേ അവന്മാരുടെ കീഴിലല്ല ഈ ഭരണം എന്നിരിക്കെ തന്നെ ഇപ്പം ചിത്രയ്ക്ക് വായി തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ചിത്ര എന്ന് പറയുന്ന സ്ത്രീ അവരൊരു ഹിന്ദു സ്ത്രീയാ. അവർ ഹിന്ദു വിശ്വാസമാ. അവർ ഹിന്ദുക്കളോടാ പറഞ്ഞത്, ഹിന്ദു വിശ്വാസത്തിലുള്ള സ്ത്രീകളോടാ പറഞ്ഞത്. നിങ്ങൾ ആ സമയത്ത് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഇവർക്ക് പറയണ്ടേ? അവർ ഹിന്ദു ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസം പറയണ്ടേ? അത് കയറി കോയമാർക്ക് എന്തിനാ, ഈ നമ്മന്റെ മതക്കാർക്ക് എന്തിനാ കയറി ചൊറിച്ചില്? അപ്പിക്കുപ്പായത്തി കിടക്കുകയാണോ ചിത്ര? അല്ല, അപ്പിക്കുപ്പായത്തി കിടന്നിട്ടാണോ ചിത്ര ഈ കാര്യം പറഞ്ഞത് ഇവന്മാർക്ക് ചൊറിയാനായിട്ട്?
അപ്പം ഹിന്ദുക്കൾക്കും സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങൾ തീരുമാനിക്കണം, നമ്മന്റെ മതക്കാർ തീരുമാനിക്കണം, നീ ഏത് മതത്തെ വിശ്വസിക്കണം, നീ ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കണം, നീ എന്തു പറയണമെന്ന് നമ്മന്റെ മതക്കാർ തീരുമാനിക്കും. ഇതാ ഇന്നത്തെ ലൈഫ് കേരളത്തിലെ. ഇതിന് മാറ്റം വരുത്താനാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അവൻ നിർത്തേണ്ടടുത്ത് നിർത്തണം. നിന്റെ വീട്ടിനകത്ത് കയറി കണ്ടവൻ കയറി നിരങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിരങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഇറക്കി വിടണേക്കും. ഇറങ്ങടാ വീട്ടിൽ നിന്ന് പുറത്തേന്ന് ഇറക്കി വിടണം. അതിനുള്ള തന്റെ ഇടം നിനക്കൊക്കെ ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിനകത്ത് കയറി കണ്ടവൻ ഇറങ്ങിക്കൊണ്ടു പോകാൻ അനുവാദം കൊടുക്കരുത്. അവൻ ഇറങ്ങിക്കൊണ്ടു പോകാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ നേരാവണ്ണം ഇരിക്കാത്തവിടുന്നുണ്ടാ വല്ലവൻ കയറി അവിടെ കയറി ഇരിക്കേണ്ട ഗതികേട് വരുന്നത്. മനസ്സിലായോ? അത് വരാതിരിക്കാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേട്ട് ബുദ്ധിയുള്ളവരായിട്ട് ബുദ്ധി പഠിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ, ഇനി കേരളത്തെ ഇവന്മാരുടെ കയ്യിൽ, ഇവന്മാരുടെ തോന്നിയവാസത്തിന് ഹിന്ദു സ്ത്രീകളായാലും ശരി, ക്രിസ്ത്യാനി സ്ത്രീകളാണെങ്കിലും ശരി, ഹിന്ദു പുരുഷന്മാരാണെങ്കിലും ശരി, ക്രിസ്ത്യാനി പുരുഷന്മാരാണെങ്കിലും ശരി, അച്ഛന്മാർക്ക് അച്ഛന്മാരുടെ വിശ്വാസം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അച്ഛന്മാർക്ക് അച്ഛന്മാരുടെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായോ? അവർക്കവിടെ അത് കയറി നോണ്ടാൻ വേണ്ടി മദ്രസ പൊട്ടന്മാരിറങ്ങി തിരക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവനെ ഒന്നും ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛന്മാരുടെ തലയിൽ കയറി ഇറങ്ങാനൊന്നും. അതിനിവിടെ ക്രിസ്ത്യാനികൾ വേറെയുണ്ട്, അവര് പറഞ്ഞോളൂ. നിന്നെ ഒന്നും ഈ പരിപാടിയൊന്നും വെച്ചാൽ നിനക്ക് നിന്റെ ഉസ്താദുമാരുടെ കാര്യങ്ങൾ പോയി തിരക്കുകയോ, അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പോയി തിരക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ലാതെ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ കയറി തലയിടാനും അതിന് അനുവാദം കൊടുക്കരുത്. അങ്ങനെ ഏതെങ്കിലും പോസ്റ്റ് കണ്ടിട്ടുണ്ടായാൽ അവൻ ആ കണ്ടം വഴിക്ക് ഓടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മറുപടി കൊടുത്ത് അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടേക്കണം. അതാ ചെയ്യേണ്ടത്. അവനെ വളരാനായിട്ട് എന്ത് ചെയ്യരുത്, അനുവദിച്ചു കൊടുക്കരുത്. അവൻ എന്തും എന്ത് തോന്നിവാസവും പറഞ്ഞിട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള മോഹമൊക്കെ എടുത്തങ്ങ് വലിച്ചു ഊട്ടയിലങ്ങ് വാരി ഇറയിക്കണം. മനസ്സിലായോ? ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് മനസ്സിലായിക്കൊള്ളും. മതേതരം പറഞ്ഞ് മണിപ്പൂർ സ്നേഹവും പറഞ്ഞ് ഇനി ക്രിസ്ത്യാനികളുടെ പോകാൻ പറ്റില്ല. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഐക്യത്തെ ഇപ്പൊ തകർക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ട് നടക്കുക. യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും ഐക്യത്തെ തകർത്തുകൊണ്ടാണ് യഹൂദനെയും ക്രിസ്ത്യാനിയും കൊന്നൊടുക്കിയത്. ഇനിയിപ്പോ ഇവന്മാർക്ക് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെയും ഐക്യത്തെ തകർത്തെറിഞ്ഞിട്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാമെന്ന പദ്ധതി ഇട്ട് നടക്കുന്നത്. പണ്ട് ഇവന്മാർക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്നുള്ളൊരു പ്രീണനമായിരുന്നു. കാരണം മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെല്ലാം പറഞ്ഞു പറ്റിച്ചു വെച്ചിരുന്നു. അയ്യോ, നിങ്ങളുടെ അബ്രഹാം ഞങ്ങളുടെ ഇബ്രഹാമി, നിങ്ങളുടെ ഇസഹാക്ക് ഞങ്ങളുടെ ഇസാക്ക് നബി, നിങ്ങളുടെ യാക്കോബ് ഞങ്ങളുടെ യാക്കൂബ് നബി, പിന്നെ നിങ്ങളുടെ യോസഫ് ഞങ്ങളുടെ യൂസഫ് നബി, നിങ്ങളുടെ യേശു ക്രിസ്തു ഞങ്ങളുടെ ഈസ നബി എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനി അങ്ങ് സ്നേഹത്തിൽ കൈകോർത്ത് വെച്ച് ഇത്രയും കാലം. അപ്പോഴാണ് കർത്താവ് നോക്കി ഇങ്ങനെ ഈ സ്നേഹം കൊണ്ടു നടക്കുന്നത് നക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് കർത്താവിന് നല്ല കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ കൃത്യമായിട്ട് കർത്താവ് മനസ്സിലാക്കിയപ്പം കർത്താവ് എന്ത് ചെയ്തു, അവന്റെ ഉള്ളിലുള്ള ആ മദ്രസ പൊട്ടന്മാരെ തന്നെ കർത്താവ് ഇതിനായിട്ട് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ സക്കീർ നായിക്കും നമ്മുടെ എം അക്ബറും അങ്ങനെ കുറെ നല്ലവന്മാരെല്ലാം എഴുന്നേറ്റിട്ട് നമ്മന്റെ മതത്തെ വെളുപ്പിച്ചു തന്നു. അപ്പൊ ക്രിസ്ത്യാനിക്ക് മനസ്സിലായി നമ്മന്റെ മതക്കാരുടെ സ്നേഹം എന്തിന്റെ മറവിലാണ് എന്നുള്ളത് ക്രിസ്ത്യാനിക്ക് മനസ്സിലായി. അതോടുകൂടി ക്രിസ്ത്യാനിക്ക് എന്ത് ചെയ്തു, എന്നാ പിന്നെ നമുക്ക് തൂറാൻ എന്ന് പറയുന്ന പുസ്തകം വായിക്കണം എന്നുള്ള കാര്യമില്ലായിരുന്നു. ഒന്ന് ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ മാത്രം വായിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഈ സ്നേഹവാന്മാരെല്ലാം എന്ത് ചെയ്തു, സക്കീർ നായിക്കും എം അക്ബറും മുജാഹിദ് ബാലശ്ശേരിയും ഒക്കെ കൂടി ചേർന്നിട്ട് സ്നേഹവാന്മാരെല്ലാം സ്നേഹം വെളുപ്പിച്ചതാ ക്രിസ്ത്യാനിയോട്. അതുകൊണ്ട് ക്രിസ്ത്യാനി വിചാരിച്ചു എന്നാ പിന്നെ തൂറാനൊന്ന് വായിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനി തൂറാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, എടാ നമ്മന്റെ കഴുത്തി വെക്കാനുള്ള കത്തിയാണല്ലോ ഇവന്മാര് കൂടെ കൊണ്ട് നമ്മൾ നടക്കുന്നേ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത് അപ്പോഴാണ്. അതോടുകൂടി ക്രിസ്ത്യാനി ഇവന്മാരെ അകലാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു സ്നേഹബന്ധത്തിലായി എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായി. അപ്പൊ ഇവന്മാരുടെ രാജ്യം പണിയണമെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഈ ഇസ്ലാമിക ഖാലിഫേറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവിന്റെയും ഐക്യത്തെ എന്ത് ചെയ്യണം, ഇനി തകർക്കണം. അതിന് നമുക്ക് എന്ത് തക്കിയൊക്കെ അടിച്ചു വിടാൻ പറ്റുമോ അതെല്ലാം അടിച്ചു വിട്ട് ആ തക്കിയുടെ പുറകിൽ മണിപ്പൂരിനെ സ്നേഹിച്ചങ്ങ് കൊല്ലുക. ഇപ്പം സ്നേഹിച്ച് കൊല്ലുക മണിപ്പൂരിനെ. മണിപ്പൂരിലെ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമ്പോഴേ അയ്യോ, കോയമാർക്ക് മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോട് എന്നാ സ്നേഹം എന്നറിയാമോ. അസർബൈജാനിൽ 1,20,000 ക്രിസ്ത്യാനികളെ 3 മാസങ്ങൾക്ക് മുൻപ് ആട്ടി ഓടിച്ചു. 12,500 എണ്ണത്തിനെ കൊന്നൊടുക്കി. അസർബൈജാനിലെ ക്രിസ്ത്യാനികളോട് സ്നേഹമൊന്നുമില്ല. അവർ വെളുത്ത ക്രിസ്ത്യാനികളായതുകൊണ്ടായിരിക്കാം. പിന്നെ പിന്നെ നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ഈ 65,000 കൊന്നൊടുക്കിയത്.
നമ്മന്റെ മതക്കാർ കൊല്ലുമല്ലേ, അപ്പൊ നമ്മന്റെ മതക്കാരോടായിരിക്കുമല്ലോ സ്നേഹം. അപ്പൊ ക്രിസ്ത്യാനിയോടൊരു സ്നേഹമല്ലോ. മണിപ്പൂരിലെ ക്രിസ്ത്യാനിയെ കണ്ടപ്പോൾ മാത്രം എന്തോ ഒരു പ്രത്യേക സ്നേഹം. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ മറവില് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ഐക്യത്തെ തകർത്തിട്ട് രണ്ട് സൈഡും വാള് വെച്ച് രണ്ടു കൂട്ടരെയും വെട്ടിക്കൊല്ലാമെന്നുള്ള തക്കവും പാത്തുമെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. അതിനിടയിൽ എഴുന്നേറ്റ് വരുന്നവർ വന്ന് സത്യം വെളിപ്പെടുത്തേണ്ടവർ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മോഹമൊന്നും ഇനി നടക്കാൻ പോണില്ല എന്ന്. അതുകൊണ്ട് ആ വെള്ളമൊക്കെ വാങ്ങി അവിടെ വഴി വെച്ചേരെ. മനസ്സിലായോ? അപ്പൊ ഇനി തൊട്ട് എനിക്ക് പറയാനുള്ളത്, ബുദ്ധിയും ബോധവും ഉള്ളവരായിട്ട് ഇവന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട രീതിയിൽ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് ഇന്ന് അവസരമുണ്ട്. അവന്റെ രാജ്യത്ത് പോയി നടക്കത്തില്ല. നിങ്ങളുടെ മെക്കെട്ട് കയറാൻ അവന്റെ രാജ്യത്തിൽ അവൻ നിങ്ങളുടെ മെക്കെട്ട് കയറും. പക്ഷെ ഇന്ത്യക്കകത്ത് നിങ്ങളുടെ മെക്കിട്ട് കയറാൻ അനുവദിക്കരുത്. അവനെ അവന്റെ നിലയ്ക്ക് നിർത്തിക്കണം. അവന്റെ വഴിക്ക് വിടാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം കൊണ്ടുപോകാനും അവൻ നിങ്ങളുടെ തലയിൽ കയറി ചോയ്യാനും ഇരിക്കാനും നിങ്ങൾ അനുവാദം കൊടുക്കാനും കാര്യം ആവശ്യമില്ല. നിങ്ങൾ ഇന്ത്യക്കകത്താണ്. ആ സ്വാതന്ത്ര്യം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ ആരുടെ കയ്യിൽ വരണം? BJPയുടെ കയ്യിൽ തന്നെ കിടക്കണം. ഈ കോൺഗ്രസിന്റെ കയ്യിൽ വല്ല നിങ്ങൾ ഇനി ഇന്ത്യയെ കൊടുക്കാൻ വിധി ഉണ്ടെങ്കിൽ കേരളം കൊണ്ടുപോയി കോൺഗ്രസിന്റെ കയ്യിലോ കമ്മ്യൂണിസ്റ്റിന്റെ കയ്യിലോ നിങ്ങൾ കൊടുക്കാൻ വല്ല വിധിയും ഉണ്ടെങ്കിൽ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. നീയൊക്കെ കണ്ടം വഴി ഓടുവാൻ നാള് വിദൂരമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാരണം ഇവന്മാരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല പ്രിയ സഹോദരങ്ങളെ. ഇരുന്നിരുന്ന് പൂച്ചയെ പോലെ കണ്ണടച്ച് പാലുടിക്കുന്നവർ അവസരം കാത്തിരുന്ന അവസരം. അതുകൊണ്ടാ ഇന്ന് അറബ് അഭയാർത്ഥികളെ പോലെ കയറി ഇറങ്ങി ക്രിസ്തീയ രാജ്യങ്ങളിൽ മുഴുവനും കയറി ഞരങ്ങിയവന്മാര് മുഴുവനും ഇന്ന് ആ രാജ്യത്തെ എന്ത് ചെയ്യാ വിറപ്പിക്കുക. അവിടെയുള്ള ക്രിസ്ത്യാനികളെ മുഴുവനെയും കത്തികാട്ടിയും തലയ്ക്കകത്ത് ജിഹാദ് കെട്ടിയും തെരുവിലിറങ്ങി അവിടെ അഭയാർത്ഥിയായിട്ട് കയറിപ്പോയിട്ട് അവിടുത്തെ ക്രിസ്ത്യാനികളെ മുഴുവനെയും വിറപ്പിച്ചുകൊണ്ട് അത് അവന്റെ നമ്മന്റെ രാജ്യമാക്കി വെച്ചിരിക്കുക ഇപ്പം അതൊക്കെ. അപ്പൊ ഇതുപോലെ ഇന്ത്യയെ നമ്മന്റെ രാജ്യം, കേരളത്തെ നമ്മന്റെ രാജ്യമാക്കാൻ വിട്ടുകൊടുക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. ഇവനെയൊക്കെ നിങ്ങളുടെ വിശ്വാസങ്ങളെ കയറി ചൊറിയുവാനും നിങ്ങളുടെ കാര്യങ്ങളിൽ കയറി തലയിടാനും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആട്ടി പുറത്താക്കിയേക്കണം. പോടാന്ന് പറഞ്ഞിട്ട്, നീ ആരടാ ഇത് ചോദിക്കാനെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് ബുദ്ധിയും ബോധവും ഉള്ളവരായിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ ചാർജ് തീരാറായി. അതുകൊണ്ട് ബുദ്ധിയും ബോധവും ഉള്ളവരായിരിക്കുക. ഇവന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടടുത്ത് നിലയ്ക്ക് നിർത്തുക. ഒരുത്തനെയും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ കേരളത്തിൽ വാ, ഞങ്ങളങ്ങ് മൂക്കി കയറ്റി തരും. കേരളത്തിൽ പോയാ കുറെ കള്ള കേസ് കൊടുക്കും. അത്രയല്ലേ ഉള്ളൂ നീയൊക്കെ. അല്ലാതെ നീയൊക്കെ നിന്റെ തല വെട്ടണമെങ്കിലേ നീയൊക്കെ 10 ജന്മം വീണ്ടും ജനിക്കണം. എന്റെ തല വെട്ടണമെങ്കിലോ എന്റെ കൈ വെട്ടണമെങ്കിലോ എന്റെ കാല് വെട്ടണമെങ്കിലോ. മനസ്സിലായോ? കുറെ കള്ള കേസ് കൊടുക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോട്ട് വാ. ആ കേസ് വരുമ്പോഴത്തേക്കും കേസിനെ എങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയോണം അറിയാം. മനസ്സിലായോ? നിന്റെ അപ്പന്റെ രാജ്യമല്ലല്ലോ അവിടെ. സൗദി അറേബ്യയോ ഖത്തറോ ഒന്നും അല്ലല്ലോ ശരീഅത്ത് നിയമം നടപ്പാക്കുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോൾ ഇന്ത്യക്കകത്ത് വരണമെന്നും എപ്പോൾ കേരളത്തിൽ വരണമെന്നും ഒക്കെ എനിക്ക് നല്ല വൃത്തിയോണം അറിയാം. ആ സമയത്ത് ഞാൻ വന്നോളൂ. അതുകൊണ്ട് ബുദ്ധിയും ബോധവും ഉള്ളവരായിരിക്കും. ഇവനെ ഒന്നും നിങ്ങളാരും കണ്ട് പേടിക്കണമെന്ന് കാര്യമൊന്നുമില്ല. എന്ന് മനസ്സിലായോ? എന്തെന്ന് ചോദിച്ചാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മൂട് മടക്കി പോകുന്നവന്മാരാ. അല്ലാതെ അവന്മാരൊന്നും കയറി നിങ്ങളൊന്നും ഭയച്ചാനൊന്നും പോകുന്നില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോകും. ഇസ്രായേലിന് എന്തുകൊണ്ടാ പേടി? ഇസ്രായേലിനെ നോണ്ടിയാ മാന്തി കൊടുക്കും എന്നുള്ള വൃത്തിയാണ് അറിയാവുന്നത് കൊണ്ടാ പേടി. ഇപ്പൊ തീർത്ത് കളയൂ എന്നൊക്കെ ചിന്തിച്ചിരുന്നതല്ലേ ഇവന്മാരെ കൂട്ടമായിട്ട് കയറി ഹൂത്തികളും ഹിസ്ബുള്ളയും സിറിയൊക്കെ കൂടി ചേർന്നിട്ട്. എന്നിട്ട് എന്തായി? എല്ലാവന്മാരും കയറി അടകടക്കുന്നത്. ഇപ്പൊ തെരുവിലായി പലസ്തീനികള്. നമ്മളെല്ലാം പെരിച്ചാരികളെ പോലെ തുരങ്കങ്ങളിൽ കയറി ഒളിച്ചിരിക്കുന്നു. ഇതല്ലേ നടന്നത് മുഴുവനും. അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വരണം. പൊട്ടന്മാരായിട്ട് ജീവിക്കരുത്. പൊട്ടന്മാരായിട്ട് ചുരുണ്ടികളായിട്ടൊന്നും ഉഷിരുള്ളവരായിട്ട് ജീവിക്കും. മനുഷ്യനായിട്ട് ജീവിക്കും. നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ബോധ്യമുണ്ടോ? അത് മതി. നിങ്ങൾ നാട്ടുകാരെ മുഴുവനും നിങ്ങളുടെ വിശുദ്ധിയുടെ പട്ടവും അത് ഇതൊന്നും കാണിക്കാൻ നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ ഭയങ്കര വിശുദ്ധനോട്, ഞാൻ ഭക്തനോട്, ദൈവവചനം പറയുന്ന സഹോദരനാണ്, ഇതൊന്നും നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിലൊന്നും നിങ്ങൾ കാണിക്കണ്ട. നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിങ്ങൾ ഉചിതമാകും വേണം നിങ്ങൾ ജീവിക്കാൻ പഠിച്ചാൽ മതി. നിങ്ങൾ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ലെന്നും നിങ്ങൾ ആരെയും ദ്രോഹിക്കുന്നില്ലെന്നും നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നില്ലെന്നും നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തന്നെയാണ് ധാരാളം. അത് തന്നെയാണ് ഏറ്റവും വലുത്. ആ മനസ്സാക്ഷി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? സാക്ഷ്യം നിന്നോളും. മനസ്സിലായോ? അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ഒരുത്തനെയും പേടിക്കരുത്. എവിടെയായിരുന്നാലും ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇന്ത്യക്കകത്ത് കേന്ദ്രഭരണം നിൽക്കുന്നിടത്തോളം കാലം BJP ഇന്ത്യക്കകത്ത് ഭരിക്കുന്നിടത്തോളം കാലം ഇവന്മാര് കാലിനിടയിൽ മുള്ളിക്കൊണ്ടിരിക്കുമെന്നല്ലാണ്ട് നിങ്ങൾ ആരെയും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവന്മാര് കേരളത്തിൽ കിടന്ന് ഈ കടന്ന ആട്ടവും കാട്ടവും ഒക്കെ കളിക്കുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറിയും തിരിഞ്ഞും കേരളത്തെ ഭരിക്കാൻ നിൽക്കുന്നതുകൊണ്ടാ. കേരളത്തിനകത്ത് സുരേഷ് ഗോപിയും പിന്നെ തിരുവനന്തപുരത്തിനകത്ത് കൃഷ്ണകുമാറൊക്കെ ഒന്ന് ജയിക്കട്ടെ, 2-3 സീറ്റുകളൊക്കെ BJPക്ക് കിട്ടട്ടെ കേരളത്തില്. പിന്നെ ഇവന്മാര് കാലിനിടയിലൂടെ മൂത്രമൊഴിച്ച് കേരളത്തിൽ പതുങ്ങിക്കൊള്ളും. അതിനുള്ള അവസരമാണ് ഇനി കൊടുക്കേണ്ടത്. അതിന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധിയുള്ളവരായിട്ട് ഇരിക്കണം. ഇവന്മാരുടെ അടിമയാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മനസ്സിലായോ? അതാ വേണ്ടത്. അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കേ. അല്ലാതെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞ ഇവന്മാരുടെ ഇപ്പോഴേ ഇവന്മാർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇവന്മാരുടെ കയ്യിൽ വീണ്ടും ഒരു ദിവസം ഒരിക്കൽ കൂടി ഭരണം കിട്ടിയാൽ അപ്പൊ എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാരുടെ കയ്യിൽ കോൺഗ്രസ് ഭരിച്ചാലും കണക്കാ, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കണക്കാ. ഇവന്മാരുടെ കയ്യിൽ ഭരണം കിട്ടിയതുപോലെയാ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും ഇവന്മാരുടെ ഭരണം കിട്ടിയതുപോലെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ബുദ്ധിയുള്ളവരായിരിക്കുക. ഇത് അന്ത്യകാലമട്ടമാണ്, അപകടം വലുതാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമുടുന്നവരെല്ലാവർക്കും ലഹിത്രോത്ത്.